ഹലോ. ഹലോ ആ ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അത് ലിയാഖത്തീരല്ലേ? അതെ. ഞാന് ഒരു ചെറിയ സംശയം ചോദിക്കാനായിരുന്നു. ഉം. ഞാനിങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഉം. അപ്പൊ അതിന് ഒരു സംശയങ്ങൾ ഇങ്ങനെ വന്നപ്പോ അങ്ങനെ ചോദിക്കണു എന്നുള്ളത് കാര്യമായിട്ട് പറയാണ്. ഉം. ഈ ഈ ഹദീസുകളിലൊക്കെ വരുന്നുണ്ടല്ലോ, ഈ നബി തങ്ങള് ഈ ഇത് ചന്ദ്രനെ പിളർത്തിനൊക്കെ, ഉം. അതിന്റെ ശരിക്കും വ്യത്യാസം എന്താ? ഇതിലിപ്പോ എന്താ കഥ? നമ്മളിപ്പോ ഈ CM-ന്റെ കഥകൾ എന്തൊക്കെ പുസ്തകങ്ങൾ വരുന്നുണ്ട്? അപ്പൊ ഇത് ഈ സ്വഹീഹ് ബുഖാരി ഇവരിങ്ങനെ ഇങ്ങനെ കൈമാറി വരുന്ന കാര്യങ്ങളല്ലേ? ആ. അപ്പൊ നമ്മള് നിങ്ങള് മങ്കൂസ് മൗലൂദൊക്കെ വായിച്ചോ? ഞാനത് മൊഹീദ്ദീൻ മാലയൊക്കെ കേട്ടിക്കണോ? ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയണത് കേട്ടിക്കണു. ആ, മൊഹീദ്ദീൻ മാലയൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് വായിച്ചാൽ മതി. ഓരോരോ ഔലിയാപ്പാപ്പന്മാരുടെ കറാമത്തായിട്ട് എന്തൊക്കെ കാണിക്കുന്നതായിട്ടാണോ എഴുതി വെച്ചിട്ടുള്ളത്. അതിങ്ങനെ തലമുറ കൈമാറി പാടി നടക്കും. അത് അങ്ങനെ സംഭവം നടന്നിട്ടില്ല. എന്തായാലും ചന്ദ്രൻ പിളർന്നു എന്നുള്ളത് നുണയാണ്. പിന്നെ ഈ ചന്ദ്രന്റെ എന്തോ ഒരു ക്രാക്ക് ഒക്കെ കാണുന്നുണ്ട്, അങ്ങനൊക്കെ എന്തോ ഒരു ഇതുണ്ടല്ലോ. ശാസ്ത്രജ്ഞന്മാര് കണ്ട് ഞെട്ടി എന്നൊക്കെ പറഞ്ഞല്ലേ, നാസ ഞെട്ടി എന്നൊക്കെ പറഞ്ഞല്ലേ, അങ്ങനെ എന്തോ ഉണ്ടല്ലോ. അത് അപ്പൊ അങ്ങനെ സംഗതി ഇല്ല എന്നാണോ നിങ്ങളുടെ അഭിപ്രായത്തില്? അങ്ങനെ സംഭവം ഇല്ല. എന്റെ അഭിപ്രായത്തിലല്ല, അങ്ങനെ സംഭവം നടന്നിട്ടില്ല. അപ്പൊ ഈ സ്വഹീഹ് ബുഖാരിന്റെ ഈ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോക്കുമ്പോ ജീവിതത്തിൽ ഇന്നേ വരെ എന്താ കളവ് പറയുക, അതല്ലാതെ തെറ്റുകൾ ചെയ്തിട്ടില്ല. അതിപ്പോ നമ്മളൊരു നേതാവ് ഉണ്ടായി എന്ന് വിചാരിച്ചോ. ഇപ്പൊ ഇപ്പോ പുതിയ കാലത്ത് ഒരു നേതാവ് ഉണ്ടായി. ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ പിണറായി വിജയനോ, അല്ലെങ്കിൽ നമ്മളെ ഇപ്പോഴുള്ള നേതാക്കന്മാരെ എടുക്കുക, പിണറായി വിജയനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ. ഇപ്പൊ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ വലിയ രാജാവായി കുറെ കാലം കൂടി ഒരു 10-50 കൊല്ലൊക്കെ ഭരിച്ചു എന്ന് വിചാരിക്കുക. ഒരു 10-25 കൊല്ലം കൂടിയാണ് ഭരിച്ചു എന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ. ആ ഭരണത്തിനൊരു തുടർച്ച ഉണ്ടായി കഴിഞ്ഞാല് നരേന്ദ്രമോദിയെ കുറിച്ച്, അയാളുടെ ചെറുപ്പത്തെ കുറിച്ചും ബാല്യത്തെ കുറിച്ചും ഒക്കെ ഉണ്ടാവുന്ന കഥകൾ എങ്ങനെയാ? അത് നമ്മൾ എഴുതണല്ലേ. ഒരു മനുഷ്യൻ, ഇതൊരു ലോജിക്കലായിട്ട് സാധിക്കുന്ന കാര്യമല്ല. ഒന്ന്, മുഹമ്മദ് നബി എന്നല്ല, ഏതൊരു മനുഷ്യനെ കുറിച്ചും ഇന്നത്തെ ഇത്രയും സാങ്കേതിക വിദ്യകളുള്ള കാലത്ത് പോലും നമുക്കൊരു മനുഷ്യൻ ജീവിതത്തിൽ എല്ലാ ദിവസവും എന്തൊക്കെ ചെയ്തു ചെയ്തില്ല എന്ന് പ്രൂവ് ചെയ്യാനൊന്നും കഴിയൂല. കഴിയോ? ഇല്ലല്ലോ. മനസ്സിലായി? മുഹമ്മദ് നബിക്ക് 40 വയസ്സിന് മുതലാണ് കഥ തുടങ്ങുന്നത്. ആ 40 വയസ്സിന് മുമ്പുള്ള മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ സെക്കൻഡും എഴുതപ്പെട്ട് ക്രോഡീകരിക്കപ്പെട്ട് അല്ലെങ്കിൽ റെക്കോർഡാക്കപ്പെട്ട് കിടക്കുകയാണോ? ഇല്ലല്ലോ. മക്കം ഫത്ഹിന് ശേഷം, അപ്പൊ ഈ 40 കൊല്ലത്തെ മുഹമ്മദ് നബിയുടെ ചരിത്രം അവ്യക്തമാണ്. അതിനുശേഷം 40 കൊല്ലത്തിന് ശേഷം മുഹമ്മദിന് അധികാരം കിട്ടിയതിന് ശേഷം മുഹമ്മദിന്റെ അധീനതയിലാവുകയാണ് ഈ പ്രദേശം മൊത്തം, അല്ലെ? അബൂ സുഫിയാൻ ഉൾപ്പെടെ വാളിന്റെ വധഭീഷണിന്റെ മുമ്പിലാണെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുന്നത്. ആ പ്രദേശം മൊത്തം ഇസ്ലാമിന്റെ കീഴിലായി. ഇസ്ലാമിന് അല്ലാത്തതൊന്നുമില്ല, ഇസ്ലാമികമല്ലാത്തതൊന്നുമില്ലാത്തൊരവസ്ഥയില് ആ ഇസ്ലാമിന്റെ അന്ത്യപ്രവാചകൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളെ കുറിച്ച് നല്ലതല്ലാത്ത എന്തെങ്കിലും അവിടെ എഴുതിയത് രേഖപ്പെടുത്തുകയോ ചെയ്യോ? നമ്മളെ നാട്ടില് ഇപ്പൊ ഉള്ള സർക്കാർ ചരിത്രം തിരുത്തുന്നു എന്ന് ആക്ഷേപം നമുക്കില്ലേ? എന്തിനാ ചരിത്രം തിരുത്തുന്നത്? അവരവർക്ക് താല്പര്യമുള്ളത് ചരിത്രത്തിൽ നിർത്തുകയും അവരവർക്ക് താല്പര്യമില്ലാത്ത ചരിത്രത്തിന് ഇല്ലാതാക്കുകയും ചെയ്യാൻ ഭരണാധികാരികൾക്ക്, അധികാരമുള്ളവർക്ക് കഴിയില്ലേ? പതിറ്റാണ്ടുകൾ അധികാരത്തിലുണ്ടെങ്കിൽ. പിന്നെ ഈ മുസ്ലിംസിന്റെ അല്ല, ഇങ്ങനെ കഴിയൂലേ? അങ്ങനെ കഴിയില്ലേ? ചരിത്രം പുനർരചിക്കാൻ കഴിയില്ലേ? അതന്നെ ഈ പറഞ്ഞു വരുന്നത്. ഈ മുസ്ലിംസിന്റെ അവര് രാത്രി എഴുന്നേറ്റ് എന്താ പറയാ, ഒരു നിസ്കാരമൊക്കെ ഉണ്ടല്ലോ അവർക്ക്. രാത്രി 3 മണിക്കും 2 മണിക്കും നീച്ച് ഒന്നെടുത്ത് ആ സമയത്ത് എന്തൊരു തഹജ്ജുദ് അങ്ങനെ നിസ്കരിച്ച് ഈ കള്ള് ഒഴിവാക്കിയിട്ട്, പിന്നെ അതുപോലെ ആ ജീവിതത്തിലുള്ള സുഖങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ റിസ്ക് എടുത്ത് ഇങ്ങനെ ജീവിച്ചേണ്ട ആവശ്യങ്ങൾ അങ്ങനെ വരുമോ? അങ്ങനത്തെവർക്ക് ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ കൊണ്ടുവരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരുമോ? എന്ത് മനസ്സിലായില്ല? നിങ്ങളെ പോയിന്റ് മനസ്സിലായില്ല. എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിംസിന്റെ കേസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നമുക്കൊരു ക്ലാരിറ്റി വരുത്തി നോക്കാം. ഒന്ന്, ചന്ദ്രനെ പിളർത്തി എന്നുള്ളത് ചരിത്രപരമായോ
ശാസ്ത്രീയമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവും നിലവിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ചരിത്രപരമായിട്ട് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആകാശത്ത് മാത്രം മീൻസ് മക്കാരിലെ 10 ആൾക്ക് മാത്രം കാണാവുന്ന ഒരു സാധനമല്ലല്ലോ, ഒരു പ്രതിഭാസമല്ലല്ലോ. പക്ഷെ അതിന്റെ ജസ്റ്റ് ഞാൻ ഒരു ഇങ്ങനെ കേട്ടപ്പോ നമ്മളിവിടുന്ന് അത് പിളർന്നത് കണ്ടിട്ട് ഇവിടുന്ന് ഒരു രാജാവ് പോയി എന്ന് പറഞ്ഞാലേ അതല്ല അത് അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അതല്ലാതെ വേറെ കഥയിൽ തന്നെ അതിന്റെ ന്യൂനത ഉണ്ട്. അതല്ല വേറൊരു കാര്യം കൂടെ അവിടെ വരുന്നുണ്ട് അതിന്റെ ഒപ്പം. ഈ അന്നത്തെ കാലത്തുള്ള ഏതൊരു അന്ന് കുറെ കച്ചവട സംഘങ്ങളാണല്ലോ പലർക്കും ഇങ്ങനെ തിരിക്കും ചാമക്കൊക്കെ. അപ്പൊ ഈ ഏതൊരു കച്ചവട സംഘത്തിന്റെ കുറിച്ച് ഈ കച്ചവട സംഘം ഇന്ന സ്ഥലത്തേക്ക് പോയിരുന്നു അതിന്റെ തെളിവ് ചോദിച്ചപ്പോ ഇങ്ങനെ തെളിവും കൂടി നബി പറഞ്ഞു. ഞാൻ അന്ന് വരുന്ന വഴിയില് ഇങ്ങനെ സംഗതി കൂടെ കണ്ടിരുന്നു. അല്ല, അങ്ങനൊക്കെ കഥ പറയാൻ നമ്മൾ ചരിത്രത്തില് ക്രോസ് ചെക്ക് ചെയ്യാൻ കഴിയാത്ത നുണകൾ അല്ലെ കഥകൾ ആർക്കും പറഞ്ഞൂടെ? പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലത്തെ കുറെ അനുഭവങ്ങൾ ഇപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിലുണ്ട്. മനസ്സിലായോ? നമുക്ക് ഐ മീൻസ് ഉണ്ടായ കാര്യങ്ങൾ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ, അത്ഭുതങ്ങൾ എന്ന് വേണമെങ്കിൽ എടുത്തു പറയാവുന്നത്. അപ്പൊ അതൊന്നും അല്ലല്ലോ നമ്മളൊരു വിഷയത്തിൽ എടുക്കുമ്പോ. പിന്നെ നിങ്ങൾ ലാസ്റ്റ് ചോദിച്ചത് എന്തായിരുന്നു? എന്തൊരു കാര്യങ്ങൾ ചോദിച്ചാൽ ഇബാദത്തുകളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുമോ? അങ്ങനെയല്ല. ഇതിനെ ഇങ്ങനെ അന്നത്തെ ഈ കുറേശികളുടെ അവരെ ഗോത്രത്തിന്റെ പേര് കുറേശികൾ എന്നല്ലേ, അവരുടെ ഒരു കേസ് എടുത്ത് നോക്കുമ്പോ അവര് ഭയങ്കരമായിട്ട് ഈ ഗോത്രത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പറഞ്ഞാല് അങ്ങനത്തെ സ്ഥലത്തേക്ക് കറുത്തവനും വെളുത്തവനും ഒന്നായി നിൽക്കണം, അങ്ങനത്തെ കുറെ ആശയങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവരിതൊക്കെ വെറുതെ റിസ്ക് എടുത്ത് നമ്മളിപ്പോ ഞാൻ നിങ്ങൾക്ക് ഇസ്ലാമിനെ ഞാന് നിലവിൽ നമ്മളെ നാട്ടില് വലിയ ചർച്ചയായി നിൽക്കുന്ന സംഘപരിവാർ ആശയമായിട്ട് ചേർത്തിട്ട് നിങ്ങൾക്ക് ഇതിനൊക്കെ ഉദാഹരിച്ചു തരാം. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാന്ന് വെച്ചാല്, നമ്പൂതിരി മുതൽ നായാടി വരെ എല്ലാവരും ഒറ്റ രാജ്യക്കാർ എന്ന രീതിയിൽ സാംസ്കാരിക ദേശീയതയുടെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചു നിൽക്കണം എന്നൊരാവശ്യമല്ലേ ഒരു പറയണേ. അതുകൊണ്ട് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ അജണ്ട മൊത്തം അല്ലെങ്കിൽ അവർ പറയുന്നതെല്ലാം ശരിയാവും? അങ്ങനെയല്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരിക്കലും കഴിയാത്ത കാര്യമാണ്. കാരണം ഇപ്പോഴും ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് പോലും ഈ അങ്ങനെ കഴിയാത്ത കാര്യം അല്ല ഞാൻ പറയണത്. അങ്ങനെ പറയുന്നത് നന്മയല്ലേ? പറയുന്നത് നന്മയാണ്. അങ്ങനെ അതുകൊണ്ട് RSSന്റെ എല്ലാ ആശയങ്ങളും ശരിയായിക്കൊള്ളുന്നുണ്ടോ? അങ്ങനെയില്ല. അപ്പൊ അത് പറയുന്നതിന് അവർക്ക് അതിന്റേതായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടാവും എന്നല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ? അതേപോലെ തന്നെയാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ഒരു പൊളിറ്റിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്സ് ഇവിടെ പല ആളുകളും പല രാഷ്ട്രീയക്കാരും പിന്നീട് ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്കറിയാം. മുഹമ്മദ് നബിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെ മുഹമ്മദ് നബിയുടെ ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് ആയിരുന്നു അത്. അതൊരു പൊളിറ്റിക്കൽ സാധനമാണ്, പൊളിറ്റിക്കൽ കൾട്ടാണ്. അല്ലെങ്കിൽ ആദ്യത്തെ നമ്മളുടെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലാണ് നമ്മൾ ഇസ്ലാമിനെ ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? അവിടെ സഖാക്കൾ, നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ എന്ന് പറയുന്ന പോലെ SDPK സഹോദരൻ എന്ന് പറയുന്ന പോലെയാണ് ഇസ്ലാമിലെ ഉമ്മത്തും സാഹോദര്യവും. അവര് ഇപ്പൊ കറുത്തവരും വെളുത്തവനും വ്യത്യാസമല്ല, പക്ഷെ ഹിന്ദു മുസ്ലിം വ്യത്യാസമുണ്ട് അല്ലേ? ഈ കറുപ്പും വെളുപ്പും വ്യത്യാസമല്ലാതാവുന്നത് മുസ്ലിം. ഞാൻ ഈ മതങ്ങളെ കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാല് ഈ ഖുറാൻ ഈ വേദങ്ങളിൽ പോലും ഞാനിത് ഇങ്ങനെ ഈ പേര് കണ്ടപ്പോ നെറ്റ് സത്യം പറഞ്ഞാല് വേദങ്ങളില് മുഹമ്മദ് നബിന്റെ പേര് ഒറ്റ മിനിറ്റ് റെഫറൻസ് അതൊക്കെ ഉസ്താദുമാർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന റെഫറൻസുകളാണ് സുഹൃത്തെ. നിങ്ങൾ കൽക്കി അവതാരത്തിന്റെ ആയിരിക്കും പറയണത്. ഏതോ ഒരു ഹൈന്ദവ വേദത്തിലുണ്ട്, ഒരു പുരാണത്തിലുണ്ടെന്ന് പറയണതല്ലേ? അതല്ല വേറൊരു സംഗതി ഞാൻ അവിടെ ഒരു റെഫറൻസ് കൊടുത്തേക്കാണ്. കൽക്കി പുരാണല്ല, കൽക്കി അവതാരത്തെ കുറിച്ചല്ലേ പറയണേ? ഭവിഷ്യപുരാണത്തിൽ കൽക്കി അവതാരത്തെ കുറിച്ചാണ് പറയണത് ആണെന്നാണ് എന്റെ അറിവ്. ഞാൻ വായിച്ച് കേട്ടിടത്തോളം അങ്ങനെയല്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് ആരാണ് വായിക്കുന്നത്? ഉസ്താദ്മാര് പിന്നെ MM അക്ബറിനെ പോലെയുള്ള ദാഴികൾ പറയുന്ന സാധനമല്ലേ? അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ സാക്കിർ നായിക്കിനെ പോലെ? അല്ലല്ല, ഇത് ഒരു ഇങ്ങനെ ഒരു ഹൈന്ദവ പുരാണത്തിലോ വേദത്തിലോ ഇങ്ങനെ ഒരു പ്രവാചകനെ കുറിച്ച് പിന്നെ പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഈ ഹൈന്ദവ വേദവും ദർശനവും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളില്
ഒരു ചെറിയ ശതമാനമെങ്കിലും ഇങ്ങനെ ഒരു പ്രവാചകനെ തിരിച്ചറിയുമ്പോൾ മതത്തിലേക്ക് പോവുകയും ചെയ്യൂലേ? അത് തന്നെയാണ് എന്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇവര് വായിച്ചു നോക്കണില്ല എന്നുള്ളത്. ആരും വായിച്ചു നോക്കുന്നില്ല. ഇത് സുഹൃത്ത് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളാണ്. ഇതിനെ കുറിച്ചൊക്കെ ഹൈന്ദവ ദർശനം, ഇതിനെ കുറിച്ച് പാണ്ഡിത്യമുള്ള ആൾക്കാര് അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സംസ്കൃതം അറിയാത്ത ആൾക്കാര് ഭവിഷ്യപുരാണത്തിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് തർക്കിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു മിനിറ്റ് വല്ല ഒപ്പം ആളുകളുണ്ട് അവർക്ക്. ഇതൊന്നും എന്താ പറയുക, ഇതെങ്ങനെയൊന്നും അല്ല. നമ്മൾ ഒരു വസ്തു ശരിയാവണമെങ്കിൽ, ഒരു സംഗതി ശരിയാവണമെങ്കിൽ ആ സംഗതി ഇറ്റ്സെൽഫ് അതിന് ചില മൂല്യങ്ങൾ ഉണ്ടാവണം, വേണ്ടേ? അതല്ല ഇത് പല മുഹമ്മദ് നബി, ഒരു മിനിറ്റ്, കഥകളിൽ മുഹമ്മദ് നബി അല്ലമീനാണ് എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യമില്ല, കാരണം മുഹമ്മദ് നബി ചതിച്ചു കൊല്ലാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മുഹമ്മദ് നബീനല്ലേ? മുഹമ്മദ് നബി ബദറിലെ വിജയത്തിന് ശേഷം ആള് പ്രതികാര കൊലകൾ തുടങ്ങി. ബദറിന് ശേഷം പ്രതികാര കൊലകൾ തുടങ്ങി മുഹമ്മദ് നബി. അതിലൊരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ചതിച്ചു കൊല്ലാനാണ് അനുവാദം കൊടുത്തത്. കഅബ് ബിൻ അഷ്റഫിന്റെ വാദം സഹീഹ് ബുഖാരിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വായിച്ചാൽ മതി. അപ്പൊ നമ്മൾ മുഹമ്മദ് നബി അല്ലമീനായിരുന്നു എന്ന വാദം പിന്നെ അതിന് പ്രസക്തിയില്ലേ? ആളെ ചതിച്ചു, ആശയപരമായിട്ട് തർക്കിക്കേണ്ട ഒരാളെ അല്ലെങ്കിൽ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയത്തെ ആളെ വിട്ട് ചതിച്ചു കൊല്ലുക, കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുക എന്ന് പറയുന്ന ആള് പിന്നെ അയാൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ല എന്ന ഒരു പഴങ്കഥക്ക് ഒരു പ്രസക്തിയില്ല. മനസ്സിലായോ? അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് ഈ വേദങ്ങളിൽ എങ്ങനെ വന്നു? ഇത് വേദങ്ങളിൽ മാത്രമല്ല, ഇനി വേദങ്ങളിൽ വന്നോന്ന് അറിയണം. ഒരു മിനിറ്റ്, വേദങ്ങളിൽ വന്നോ എന്നറിയണം. വേദങ്ങളിൽ എന്താണ് വന്നതെന്ന് അറിയണം. അതും ഇതുമായിട്ട് മുഹമ്മദുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നതെന്ന് അറിയണം. നിങ്ങള് വേദം ഈ ഒരു വാചകം മാത്രമാണോ നിങ്ങൾക്ക് ആ വേദത്തിന് അറിയാം? അല്ല, ഞാൻ വേദം മുഴുവൻ, കാരണം ഞാൻ താമസിക്കുന്ന അധികം ഹിന്ദുസിന്റെ കൂടെയാണ്. അപ്പോ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർക്ക് വേദത്തിനെ കുറിച്ച് അറിയില്ല. കാരണം അവർക്ക് പോലും അറിയാത്ത വേദം നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ശ്ലോകം മാത്രം അതിൽ നിന്ന് കിട്ടണമെങ്കിൽ അതിന്റെ കുട്ടൻസ് എന്തായിരിക്കും? പർട്ടിക്കുലർ ശ്ലോകം കിട്ടുന്നതെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതൊക്കെ ശ്ലോകം നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാം? എനിക്ക് ഈ ഭവിഷ്യപുരാണങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഈ ഭവിഷ്യപുരാണങ്ങൾ ഞാൻ അവരോട് ചോദിച്ചു. ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ വായിച്ചിട്ടില്ല. ഞാനും വായിച്ചിട്ടില്ല. നിങ്ങൾ വായിച്ചിട്ടില്ലാത്ത ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് നിങ്ങൾ അത്ഭുതം കൂറുന്നതിന്റെ യുക്തി എന്താണ്? ഞാനൊരു കാര്യം പറയട്ടെ. അല്ലാതെ പറയും, നിങ്ങൾ വായിച്ചിട്ടോ കേട്ടിട്ടോ ഇല്ലാത്തൊരു ഗ്രന്ഥം, വായിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു ഗ്രന്ഥം നിങ്ങൾ വായിക്കണ്ട. ഞാൻ ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇപ്പൊ ഒന്നലൊക്കെ ആയിട്ട് കേറിയിട്ടുള്ളൂ. ഞാൻ സംസാരിക്കുന്ന ഒരു വീഡിയോ. ഞാൻ പറയണത് ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ ആ ഗ്രന്ഥം വായിച്ചിട്ടില്ല. ആ ഗ്രന്ഥം എന്താണെന്ന് അറിയില്ല. അതിൽ എന്തിനെ കുറിച്ചാ പരാമർശിക്കുന്നതെന്നോ ആര് എഴുതിയതാണെന്നോ ഏത് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയാണോ ഔറംഗസീബ് ഉണ്ടാക്കിയതാണോ നമുക്കതൊന്നും അറിയില്ലല്ലോ. ഇല്ലാത്തൊരു കാര്യം. ബൈബിളിൽ വന്നതോ അതോ അങ്ങനെയാണോ? ഏത് ബൈബിളിൽ മുഹമ്മദിനെ കുറിച്ച് പരാമർശമുള്ളത്? സോങ് ഓഫ് സോളമനിലുണ്ടല്ലോ. എന്താ സോളമനിലുണ്ട്? ഒരാൾ വരാനുണ്ട് എന്ന് പറയണതോ? ഒരാൾ വരാനുണ്ട് പേര് പറയണ്ടല്ലോ. എന്ത് പേര് പറയുന്നത്? അങ്ങനെ മുഹമ്മദ് അങ്ങനെ എന്തോ ഇതുണ്ട്. അതിപ്പോ ബൈബിളിൽ അള്ളാഹു എന്ന് ദൈവത്തിന് പറയുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ ബൈബിളിൽ യാഹുവ എന്ന് മാറ്റിയിട്ട് അറബിക് ബൈബിളുകളിൽ അള്ളാഹു എന്ന് പേര് വന്നതിനൊരു രാഷ്ട്രീയ ചരിത്രമുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ എന്റെ അത്ഭുതം തീരും. ഒരു പേരല്ല, അതറിയോ? അള്ളാഹു എന്നുള്ളത് ഒരു ദൈവത്തിന് പറയുന്ന പേര് തന്നെയാണ്. അള്ളാഹു എന്നുള്ളത് ദൈവം എന്നുള്ളതിന്റെ അറബിക് വേർഡാണ്. എന്നിട്ട് അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ആരാ മുസ്ലിം? നിങ്ങൾ പറയും. ഇതിന്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഒരു യഥാർത്ഥ ഹിന്ദുവും യഥാർത്ഥ ക്രിസ്ത്യനും മുസ്ലിമാണ്. അപ്പൊ പിന്നെ ഇവരെന്തിനാ പേര് വേറെ വേറെ ഇടണേ? അതന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങള് പിന്നെ എന്താ പറയാ, എക്സിറ്റ് ഡോറിന്റെ തൊട്ട് പുറകിലുണ്ട്. എക്സിറ്റ് ഡോറിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. എക്സിറ്റ് ഡോറിന്റെ അടുത്ത് വരെ എത്തിക്കണോ? നിങ്ങൾ പുറത്തോട്ടുള്ള വഴിയില് ബഹുദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ചിന്തിക്കുന്നതോട് കൂടി നിങ്ങൾ ഇസ്ലാമിന്ന് പുറത്താണ് സുഹൃത്തെ. ഒന്നര മനസ്സിലായി പറയണത് എന്താ അറിയോ? അപ്പൊ ഇതെങ്ങനെ ബൈബിളിലും തോറയിലും വേദങ്ങളിലും? ഇല്ല, ഞാൻ ഇതൊന്നും വായിച്ച അത്ഭുതം കയറില്ല. ഞാൻ ബൈബിള് ഒരു 3-4 ആവർത്തിയൊക്കെ വായിച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് പഴയ ബൈബിള് കുറെ കാലമായിട്ട് കയ്യിൽ ബൈബിൾ ഉണ്ടായില്ല. ഞാൻ ഇപ്പൊ പുതിയ ബൈബിള് വീണ്ടും വായിച്ചിട്ടുണ്ട്. ഇനിയും ഞാൻ വായിക്കാം.
അതില് മുഹമ്മദിന്റെ പേരൊക്കെ ഉള്ളതായിട്ട് എനിക്കറിയില്ല കേട്ടോ. ഞാൻ റെഫറൻസ് ഞങ്ങളങ്ങ് വായിച്ചോളി. ആ ബൈബിൾ എടുത്തോനെ നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന് വായിച്ചു നോക്കാം. ഇപ്പൊ വെറുതെ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൈവത്തിന്റെ പ്രവാചകനായിട്ട് വരും, നിങ്ങൾ അയാൾ അംഗീകരിക്കണം അനുസരിക്കണം എന്നൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാലോ. ബൈബിളിന്റെ അടുത്തുണ്ട്, അടുത്ത് പറഞ്ഞോ. സോങ് ഓഫ് സോളമൻ എടുത്തോളി. സോങ് ഓഫ് സോളമനാ? ചാപ്റ്റർ 5 വേഴ്സ് 16. ഒരു മിനിറ്റ് അതൊന്ന് തുറക്കട്ടെ. ഇത് മാത്രല്ല, പിന്നെ ജോണിലും പറയുന്നുണ്ട്. ഇന്ന് എടുക്കട്ടെ ഞാൻ. ഒന്നാമത്തെ പഴയ നിയമല്ലേ ആദ്യത്തെ? പഴയ നിയമം. പഴയ നിയമത്തിൽ സോങ് ഓഫ് സോളമനോ? സോങ് ഓഫ് സോളമൻ ആണെന്നുണ്ടെങ്കിൽ ഞാന് ബൈബിളും തോറയും വേദവും പുരാണവും എല്ലാം തരാം. അല്ല അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത് ബൈബിള് ഇപ്പൊ നമുക്ക് കരുതും. ബൈബിൾ എന്ന് പറഞ്ഞാല് നമുക്ക് എനിക്ക് നിങ്ങൾക്കൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ ഇപ്പൊ വലിയ പ്രയാസമില്ലാത്തൊരു ഗ്രന്ഥമാണ്. നമുക്ക് റെഫർ ചെയ്ത് നോക്കാം. ഈ പിന്നെ ഇങ്ങനെ ഒരു സാധനം ഈ വേദത്തിലുണ്ട് നിങ്ങളും ഞാനും പറയുന്നതിന്റെ ലോജിക്ക് എന്താ? നിങ്ങൾ ആ വേദം വായിച്ചിട്ടുണ്ടോ? ബൈബിൾ ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ വായിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഇന്നോട് അവരെന്നെ എന്റെ റൂമിലുള്ള ഹിന്ദുസിനെ പറഞ്ഞത്, ഇന്ന് വേദം വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് എനിക്ക് ഇന്ന് അതിന്റെ കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത്രയും കുറെ ഉണ്ട്. അതിപ്പോ ഇസ്ലാമിന്റെ തഫ്സീർ എടുത്ത് വായിക്കാൻ തുടങ്ങിയാലോ? ഖുർആൻ തഫ്സീറും ഹദീസും അതിന്റെ ഷർഹും വായിക്കാൻ തുടങ്ങിയാലോ? അങ്ങനെ തന്നെയാണ്. അതിലിപ്പോ എന്താ അത്ഭുതം? അതിലിപ്പോ എന്താ വ്യത്യാസം എന്താ? അതിലെന്താ അത്ഭുതം നോക്കുക? അത് പോലെ അങ്ങനെ പറയണില്ല അത്ഭുതം അല്ലാന്ന്. കാരണം മനുഷ്യന്മാർ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കല്ലേ. ഒരു പേര് ഇവിടെ വരുന്നതിൽ അത്ഭുതമില്ലേ? ഏതാ പേര്? ഇനിയും അതിലും അത്ഭുതപ്പെടാതിരിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ അത്ഭുതം വരണ്ട. കാരണം ബൈബിൾ തുറന്നു. സോങ് ഓഫ് സോളമൻ എടുക്കി 986 പറഞ്ഞോ, എടുത്തു. സോങ് ഓഫ് സോളമനിൽ ചാപ്റ്റർ 5 വേഴ്സ് 16. ഉത്തമഗീതം ചാപ്റ്റർ 5 വേഴ്സ് 16. അതെന്താ പറഞ്ഞത്? അവന്റെ വായി ഏറ്റവും മധുരമുള്ളത്, അവന്റെ സർവാംഗ സുന്ദരൻ തന്നെ. ഏറ്റവും മധുരമുള്ളത് എന്നുള്ളതുണ്ടല്ലോ, ഇത് നിങ്ങൾ കറക്റ്റ് അറാമിക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇതിന്റെ അർത്ഥം മുഹമ്മദ് എന്നാണ്. പിന്നെ ഒരു ഇന്നുണ്ട്, പറയട്ടെ. സുഹൃത്ത് എങ്ങനെയാണ് ഒരു കാര്യത്തിൽ തെളിവുകൊണ്ടിരുന്നത്? ഞാൻ പറയട്ടെ. അല്ല ഇങ്ങനെയാണ് തെളിവുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മളെ ഭൂമിയുടെ ആകൃതി ഗോളാകൃതി പ്രവചിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറഞ്ഞത് പിന്നെ എന്താണ്, ഒട്ടകമുട്ടയുടെ ആകൃതിയെ കുറിച്ചാണ്. ഒട്ടകപ്പക്ഷി മുട്ടയിടാൻ വേണ്ടി നിലമൊരുക്കാൻ വേണ്ടി എങ്ങനെ ഇതിലെങ്ങനെ എനിക്കറിയില്ല. നിങ്ങൾ എവിടുന്ന അറാമിക്കിൽ മുഹമ്മദ് എന്ന് കണ്ടത്? അല്ല എന്റെ അടുത്തുള്ള ബൈബിളിൽ ഇംഗ്ലീഷും മലയാളം ഉണ്ട്. എനിക്ക് അറാമിക്കിൽ ബൈബിൾ വായിക്കാൻ അറിയില്ല. നിങ്ങൾ എവിടുന്ന വായിച്ചേ? ഞാനിത് വായിച്ചത് വീഡിയോസ്. ഏത് വീഡിയോ? സാക്കിർ നായിക്കിന്റെ അഹമ്മദ് ദീദാത്തിന്റെ സാക്കിർ നായിക്കിന്റെ എം എം അക്ബറിന്റെയും വീഡിയോയില് ഓലാണോ അറാമിക് ബൈബിൾ എന്ന് ക്ലാസ് എടുക്കേണ്ടത്? മനുഷ്യൻ ആരോ ആയിക്കോട്ടെ. നിങ്ങൾ പറയും നിങ്ങൾ അറാമിക് വായിച്ചിട്ടുണ്ടോ? ഞാൻ അത് വായിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ബൈബിൾ പലതവണ വായിച്ചിട്ട് മുഹമ്മദ് നിങ്ങൾ എന്നോട് പറഞ്ഞതെന്താ? ഒരു മിനിറ്റ് സുഹൃത്തെ, ഒരു മിനിറ്റ്. നിങ്ങൾ എന്നോട് പറഞ്ഞത് മുഹമ്മദ് നബിയുടെ പേരുണ്ട് എന്നാണ്. പേരുണ്ട്. നിങ്ങൾ ഫുള്ളാക്കാൻ അയക്കണത്. നിങ്ങൾ അറാമിക് എടുക്കി, അറാമിക് നിങ്ങൾ എവിടുന്നാണ് ഇത് ഉറപ്പിച്ചത്? അഹമ്മദ് ദീദാത്താണോ? പിന്നെ ഈ അഹമ്മദ് ദീദാത്ത് ഹീബ്രു ഇല്ലല്ലോ. നിങ്ങൾ അഹമ്മദ് ദീദാത്തിന്റെ വീഡിയോ എടുത്തരും. അഹമ്മദ് ദീദാത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് വിട്ടെന്നാ മതിയോ? മതി, ഇപ്പൊ വിട്ടോളൂ. ഞാൻ ഇപ്പൊ തന്നെ നോക്കാം എത്രാമത്തെ മിനിറ്റിലാന്ന് പറഞ്ഞോളൂ, നമുക്ക് കേൾക്കാം. ഇതൊക്കെ നമ്മൾ സാക്കിർ നായിക്കും എം എം അക്ബറും തള്ളുന്നത് കുറെ കേട്ടിട്ടുണ്ട്, മനസ്സിലായോ? ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഭാഗമായിട്ട് റിസർച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അറാമിക്കിൽ മുഹമ്മദ് എന്നൊരു വാക്ക് അറാമിക് ഭാഷയിൽ തന്നെ ഇല്ല എന്നാണ് എന്റെ മനസ്സിലാക്കൽ കേട്ടോ. ഞാൻ ഇതിനെ കുറിച്ചുള്ള മറുപടി കൊടുക്കണം ഞാൻ കേട്ടില്ല. കാരണം മുഹമ്മദ് എന്നുള്ളത് ഒരു അറബിക് വേർഡ്. ഒരു മിനിറ്റ്. മുഹമ്മദ് എന്നുള്ളത് ഒരു അറബിക് വേർഡാണ് അല്ലേ? എനിക്കറിഞ്ഞൂടാ, ഞാൻ അത്ര അധികം. മുഹമ്മദ് എന്നുള്ളത് ഒരു അറബിക് വേർഡാണെന്ന് നിങ്ങൾക്ക് അറിയില്ല? ഞാൻ ഇങ്ങനെ കേട്ടുപോണു. എന്താ അറിയോ, ഈ മുഹമ്മദ് എന്നുള്ള പേര് അതിന്റെ മുന്നായിട്ടുള്ള ആളുകൾ ഇട്ടിട്ടില്ല ഞാൻ കേട്ടു. കാരണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഇതിന്റെ ഉപ്പാനെ കുറിച്ച് പറഞ്ഞതായി. ഈ ബൈബിളിലുള്ളത് ചിലപ്പോ എന്റെ ഉപ്പാനെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക.
എന്റെ വാപ്പാനെ ആ കുറിച്ച്. ഇത് അതിന്റെ ബാക്കി നിങ്ങൾ അതിന്റെ ബാക്കി അല്ല എന്താ വായിക്കാം, ഞാൻ വായിക്കാം, നമുക്ക് നോക്കാം, വായിച്ചു നോക്കാം. ഈ മുഹമ്മദ് അവന്റെ വായി കഴിഞ്ഞിട്ട് ഒരു അവന്റെ വായി ഏറ്റവും മധുരമുള്ളത്, അവൻ സർവാംഗ സുന്ദരൻ തന്നെ. ഇത് എന്റെ വാപ്പാനെ കുറിച്ച് തന്നെയാണ്, ഉറപ്പാണ്. നല്ല സുന്ദരനായിരുന്നു, മധുരതരമായി മാത്രം സംസാരിച്ചിരുന്ന, എല്ലാ മനുഷ്യരോടും ദയയും സ്നേഹവും മാത്രം വിചാരിച്ചിരുന്ന ഒരാളാണ്. പേര് മുഹമ്മദുമാണ്. അപ്പൊ ഇത് എന്റെ വാപ്പാനെ കുറിച്ചാണ്, മുഹമ്മദ് നബിനെ കുറിച്ചല്ല. നിങ്ങളെ വാപ്പാനെ നിങ്ങളെ വാപ്പാന്റെ പേര് ഒരു ഇന്നുള്ള ഒരു എന്റെ വാപ്പാന്റെ പേര് മുഹമ്മദ് ആണ്. ആയിക്കോട്ടെ, ഞാൻ അല്ലാതെ ഞാൻ പറയണില്ല. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് അവര് ഓരോ ഇതിന് ശേഷവും ഈ ബഹുമാനം, നമ്മളിപ്പോ ഈ ഇംഗ്ലീഷിലൊക്കെ അവരെന്നുള്ളതിനൊരു വീന്ന് പറഞ്ഞ ഒരു എന്താ പറയാ, ആർന്ന് കൂട്ടുമല്ലോ നമ്മള്. ഇതേ ആർന്ന് പറയുമ്പോ അവര് ഒരു ബഹുമാനമായിട്ടില്ല നമ്മള് പറയാം. യു ആർ യു ബിസി അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുക, നിങ്ങളാണോന്നൊക്കെ. ആ ഒരു ഇതിന് അവരുടെ ഇതിന് ഇന്നാ ചേർത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് അവര് ദൈവത്തിന് വിളിക്കുമ്പോ ഇലോഹ് എന്നുള്ളത് ഇലോഹിം എന്നാ പറയാ. അപ്പൊ ഇതിവിടെ മുഹമ്മദ് എന്നുള്ളത് മുഹമ്മദിൻ എന്നുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം ഒരു കറക്റ്റ് മുഹമ്മദിന് എന്തായാലും അറാമിക്കിൽ വരാൻ സാധ്യത ഇല്ല എന്നാണ് എന്റെ മനസ്സിലാക്കൽ. ഞാൻ ആ ഒരു മിനിറ്റ് വീഡിയോ. സുഹൃത്തെ, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അറേബ്യയിൽ ജീവിച്ചൊരു മനുഷ്യൻ, അവകാശവാദവുമായി വന്ന് അദ്ദേഹം ഇവിടെ സമർത്ഥിച്ച് ഇവിടെ എഴുതി വെച്ച ഒരു ഗ്രന്ഥവും ഇവിടെ പഠിപ്പിച്ച് ഇവിടെ പിന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു നിയമവും ഒരു മതവും ഇല്ലേ? അത് എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ബാധിക്കുന്നത്? അതെങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുന്നത്? അതിന്റെ നന്മ തിന്മകൾ എന്താണ്? മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മിനിറ്റ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ, ചെയ്യിപ്പിച്ച കാര്യങ്ങൾ, അയാൾ പഠിപ്പിച്ച കാര്യങ്ങൾ, അതിലെ ശരിതെറ്റുകൾ, ഇത് മനസ്സിലാക്കിയ പോരെ? അത് മനസ്സിലാക്കിയാൽ മതി. അതല്ല ഞാൻ ചോദിക്കുന്നത്. അതല്ലേ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താ? ചോദ്യത്തിൽ മാറിപ്പോകണ്ടല്ലോ. എന്തിനാ ചോദ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നേ? നിങ്ങൾ ഞാൻ ഈ പറഞ്ഞത് പറയും. ഞാൻ പറയുന്നത് ഇനി ഇതിപ്പോ ഇത് ഉണ്ട് എന്ന് വെച്ചോ, ഒരു വാദത്തിന് വേണ്ടി. ഓക്കെ, എന്താണ് പ്രസക്തി? എന്താണ് പ്രസക്തി എന്നോ? കാരണം ഈ ബൈബിൾ എന്ന് പറയുന്നത് വായിക്കാത്ത ആളല്ല മുഹമ്മദ്, മീൻസ് അറിയാത്ത ആളല്ല മുഹമ്മദ് നബി. മുഹമ്മദ് നബിക്ക് വായിക്കാൻ അറിയില്ല നിങ്ങൾ വെറുതെ പറയുന്നുണ്ട്. മുഹമ്മദ് നബിക്ക് വായിക്കാൻ അറിയണമെന്ന് നിർബന്ധമല്ല. നിങ്ങൾ വറക്ക ഇബ്നു നൗഫൽ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതാരാ? അത് ഖദീജ ബീവിന്റെ ഒരു എന്താ പറയാ, മുഹമ്മദ് നബി എന്ന് പേരിട്ടു എന്ന് നിങ്ങൾ പറയുന്ന ജനന സർട്ടിഫിക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുഹമ്മദ് നബിക്ക് ജനന സർട്ടിഫിക്കറ്റ് പേരിട്ട് അല്ല, മുഹമ്മദ് നബിക്ക് ജനന സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലല്ലോ. മുഹമ്മദ് നബിക്ക് ചെറുപ്പം മുതല് മുഹമ്മദ് എന്ന് വാപ്പയും ഉമ്മയെ പേരിട്ടുകൊണ്ടെന്ന് ഞാൻ കേട്ട പ്രകാരം മുഹമ്മദ് നബിക്ക് പേരിട്ട മുഹമ്മദ് നബിന്റെ അതിപ്പോ മുഹമ്മദ് നബിന്റെ പ്രവാചകത്വത്തിന് ശേഷം മുഹമ്മദ് നബിക്ക് ചെറുപ്പത്തിലിട്ട പേര് ഇതാണ് എന്ന് എഴുതിയതാവാനും പോരെ? എന്തിനാണ് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ലോജിമക്ക് പോണേ? അതായത് വറക്ക ഇബ്നു നൗഫലിന്റെ അടുത്തേക്കാണ് ഖദീജ മുഹമ്മദിനെ കൊണ്ട് പോകുന്നത്. ഗുഹയിൽ വെച്ച് വന്നത് ജിബ്രീലാണോ പിശാചാണോ എന്ന് ചോദിക്കാൻ. വറക്ക ഇബ്നു നൗഫൽ ആ ഭാഗത്ത് അറിയപ്പെടുന്ന ബൈബിളിലെ കഥകളെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ഒരാളാണ്. എന്റെ മനസ്സിലാക്കലും എന്റെ വായനയ്ക്കും ഉതകുന്ന ഒരു സാധനമാണ് ഇപ്പൊ നിങ്ങൾ കൊണ്ടുതരുന്നത്. അതായത് മുഹമ്മദ് ഖദീജ വറക്ക ത്രയത്തിന്റെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായി നടന്ന ഒരു ഡ്രാമയാണ് ഈ ഹിറാ ഗുഹയിൽ പോയിട്ട് ഇരിക്കൽ പോലും. അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ വഹി എന്ന് പറയുന്ന ഗുഹയിലുണ്ടല്ലോ. ഈ ഇറാ ഗുഹയെ കുറിച്ച് നടക്കുന്ന ഡ്രാമയാണെന്നുണ്ടെങ്കിൽ ഈ ഇറാ ഗുഹയിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് മുഹമ്മദ് എന്ന പേര് സ്വീകരിക്കാൻ ഒരു പ്രയാസമില്ല അന്നത്തെ കാലത്ത്. ഞാൻ പറയട്ടെ, ഈ ഇറാ ഗുഹയിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും ബൈബിളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കും. ആ ബൈബിളിൽ ഉണ്ടെങ്കിൽ ആ ഡ്രാമ ബൈബിളിൽ നോക്കി സെറ്റ് ചെയ്തതാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത് ഡ്രാമയാണെന്ന് കൂടുതൽ തെളിവാണ് വരിക. കാരണം ഈ വറക്കയും ആണ്. ഞാൻ പറഞ്ഞുതരാം, അതിന്റെ കാരണം പറഞ്ഞുതരാം. അത് നിങ്ങൾ അവസാനത്തെ അണ്ണാക്കി കുടുങ്ങി നിങ്ങൾ മുഹമ്മദ് നബിന്റെ കാലഘട്ടത്തിലുണ്ടല്ലോ. ഈ മുഹമ്മദ് നബിന്റെ ഈ കഥ അവിടെ വറക്ക ഇബ്നു നൗഫലിനെ അറിയാം. ഈ ഗൂഢാലോചന പ്ലാൻ ചെയ്യുന്ന ഒരു മിനിറ്റ് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. നിങ്ങൾ പറയണ്ട, നിങ്ങൾ പറയാൻ പോകുന്നതിനെ കുറിച്ച് അതിന് മുമ്പ് തന്നെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് അതും കൂടി ചേർത്ത് മറുപടി പറയാം.
മുഹമ്മദിന്റെ ഈ വഹി എന്ന് പറയുന്ന ഡ്രാമ വറഖ ഇബ്നു നൗഫലിന്റെയും അതേപോലെ തന്നെ ഖദീജയുടെയും മുഹമ്മദിന്റെയും കൂടി ചേർന്നുള്ള ഡ്രാമയാണ്. അതിൽ വറഖ ഇബ്നു നൗഫൽ ബൈബിൾ പണ്ഡിതനുമാണ്. മദീനയിൽ വന്ന സൂറത്താളൊക്കെ എങ്ങനെ? മദീനയിൽ കുറെ സൂറത്താൾ കണ്ടിട്ടുണ്ടല്ലോ. അതിന് ഇത് സൂറത്ത് കോപ്പി അടിച്ചു എന്നല്ല ഈ പറയണതിന്റെ ചുരുക്കം. വഹി വരുന്നു, അതായത് ഈ പ്രവാചകത്വം. ഒരു മിനിറ്റ് പറയട്ടെ. പ്രവാചകത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ മക്കയിൽ വന്ന സൂറത്ത് മാത്രമാണോ? അല്ല, ഞാൻ പറഞ്ഞത് അതിനെ കുറിച്ചേ അല്ല, ഖുർആൻ സൂക്തങ്ങളെ കുറിച്ചേ അല്ല. ഈ വഹി എന്ന് പറയുന്ന ഒരു ഡ്രാമ ഉണ്ടല്ലോ, അതായത് ജിബ്രീൽ വന്ന് പ്രവാചകത്വം കിട്ടുന്നത് വരെയുള്ള ഡ്രാമ. അതിന് വേറെ തെളിവരണോ? ഇത് നമുക്ക് തീർക്കാം. അപ്പോ ഇതിനകത്ത് മുഹമ്മദും ഖദീജയും വറക്കയും കൂടി തയ്യാറാക്കിയിട്ടുള്ള ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് മക്കക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി മലയുടെ മുകളിലേക്ക് പോകാനുള്ള പദ്ധതി പോലും ആസൂത്രണം ചെയ്യുന്നു. കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ആലോചിച്ചാലേ പറഞ്ഞുതരാം. ഖദീജയില് മലയിലേക്ക് കയറാൻ ഞാൻ പറഞ്ഞത്. അപ്പോ ഖദീജ ഈ കച്ചവടത്തിലെ പ്രാഗൽഭ്യം കണ്ട്, മിടുക്ക് കണ്ട് ഭരനായി സ്വീകരിച്ച ഒരാള്, ഭർത്താവായി സ്വീകരിച്ച ഒരാള് മലയുടെ മുകളിൽ പൊത്തിൽ പോയി ഒളിച്ചിരിക്കുമ്പോ അവിടത്തേക്ക് കഞ്ഞിപ്പാത്രവും കണ്ടു പോകുന്നെങ്കിൽ ഒന്നുകിൽ ഖദീജക്ക് നല്ല തലക്ക് സുഖമില്ലാതിരിക്കണം, അല്ലെങ്കിൽ ഖദീജ കൃത്യമായിട്ട് ഇതെന്താ നടക്കുന്നതെന്ന് അറിയണം. ഈ രണ്ട് സാധ്യതയുള്ളൂ. വേറൊരു കാരനോട് വരില്ല. ഇല്ല, നിങ്ങൾ പറഞ്ഞോളി. ആ മൂന്നാമത്തെ വേറെ ഒരു കാരനോട് ഇല്ല. നിങ്ങൾ മൂന്നാമത്തെ ഒരു സാധ്യത പറഞ്ഞോളി. ഉദാഹരണത്തിന് നിങ്ങൾ കല്യാണം കഴിഞ്ഞ പ്രായത്തിലുണ്ട് അറിയോ? എന്റെ പ്രായോ? കല്യാണം കഴിഞ്ഞാണോ? എന്റെ പ്രായോ? കല്യാണം കഴിഞ്ഞതാണോ ചോദിച്ചതാ. അല്ലല്ല, കല്യാണം കഴിഞ്ഞാൽ. അപ്പൊ നമ്മളെ വീട്ടിൽ നമ്മളെപ്പ നമ്മളെപ്പാക്ക് നല്ലൊരു ജോലിയുണ്ട്. ആ ജോലിയൊക്കെ കണ്ട് കുട്ടികളെയൊക്കെ നല്ലോണം നോക്കിക്കോളും, നല്ലൊരു സ്വഭാവമാണ് എന്നൊക്കെ കണ്ടിട്ട് നമ്മളമ്മ താല്പര്യപ്രകാരം നമ്മളെ വാപ്പാനെ ഭർത്താവായി സ്വീകരിച്ചതാണെന്ന് വിചാരിച്ചോ. കുറച്ചുകാലം കഴിയുമ്പോ വാപ്പ പണിക്കൊക്കെ പോക്കലാണ് നിർത്തിയിട്ട് ഒരു മരത്തിന്റെ പൊത്ത് കയറി കുത്തിരിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചോ. നമ്മളമ്മ ആ പൊത്തിന്റെ മുകളിൽ കഞ്ഞിയായിട്ട് വലിഞ്ഞു കയറണമെങ്കിൽ രണ്ട് കാരണമുള്ളൂ. ഒന്നുകിൽ ഈ വാപ്പ പൊത്തിന്റെ മുകളിൽ കുത്തിരിക്കാനുള്ള കാരണം എന്താണെന്നതിനെ കുറിച്ച് ഉമ്മാക്ക് നല്ല ധാരണ വേണം, അല്ലെങ്കിൽ ഈ ഉമ്മാക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നം ഉണ്ടാവണം. വേറൊരു സാധനം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതന്നെ ആദ്യം പറഞ്ഞു. എന്താ ധാരണ? ഈ മക്കയില് ആ സമയത്ത് എന്താ പറയാ, ഈ ഒരു ഇത് തരുന്നു, ഈ ജൂതന്മാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ജൂതന്മാരൊന്നും അധികമല്ല കേട്ടോ. മക്കയിൽ ജൂതന്മാരുണ്ടായിരുന്നല്ലോ. ഇല്ല, മക്കയിൽ ജൂതന്മാര് ക്രിസ്ത്യൻസ് ഒപ്പാണ് താമസിക്കുന്നത്. മക്കയില്, മദീനയിലല്ലേ? മക്കയില് വളരെ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ഒരു വർത്താനം ഉണ്ടായിരുന്നില്ല. പറഞ്ഞാല് ഒരു പ്രവാചകൻ വരാൻ കിടക്കുന്നുണ്ട്, പ്രവാചകൻ. അതല്ലേ പറഞ്ഞത്, ബൈബിൾ കഥയിലെ ആ സാധനം കൃത്യമായിട്ട് മുഹമ്മദ് ഖദീജയും വറക്കയും കൂടിയും 2 തലമുറ മുൻപ് കൈമോക്ഷം വന്ന അധികാരം, മക്കയുടെ അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ ഡ്രാമ എക്സിക്യൂട്ട് ചെയ്തതാണെന്ന്. ഡ്രാമ എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പൊ ഈ നിങ്ങൾ ബൈബിൾ കഥനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് ഒറ്റ കാര്യം ചോദിക്കട്ടെ. ബൈബിളാണ് നിങ്ങളെ തെളിവെങ്കിൽ, ഒരു മിനിറ്റ് അല്ലല്ല, ബൈബിളാണ് നിങ്ങളുടെ കഥയെങ്കിൽ, ബൈബിളാണ് നിങ്ങൾക്ക് റെഫറൻസ് എങ്കിൽ, ഈ വരാൻ പോകുന്ന ആള് ആരുടെ തലമുറയിൽ നിന്നാണ്, ഏത് സന്തതി പരമ്പരയിൽ നിന്നാണെന്ന് ബൈബിളിലില്ലേ? ഇല്ലേ? ഉണ്ടാവണം. അതാരാണെന്ന് നോക്കിയിട്ടുണ്ടോ? ശരിക്കും മുഹമ്മദ് നബി, ഇസ്മായിൽ നബി. അവിടെ ഇനി ഒരു ചോദ്യം ചോദിക്കാം. ബൈബിൾ കഥ പ്രകാരം ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, മീൻസ് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ബലിയിറക്കാൻ തീരുമാനിക്കുന്നത് ഏത് മകനെയാണ്? മനസ്സിലായില്ല. ഇസ്ലാമില് ഇബ്രാഹിം നബി ഒരു മകനെ ബലിയിറക്കാൻ തീരുമാനിക്കണ്ടല്ലോ, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചിട്ട്. ആ മകന്റെ പേരെന്താ? അത് ഖുറാനില്, ഇസ്ലാമിന്റെ ഇതിൽ വെച്ച് നോക്കുമ്പോ ഇസ്മായിലാണ്. പിന്നെ ബൈബിളിന്റെ കഥയിൽ ആരാണ്? ഇസ്ഹാക്ക്. എങ്ങനെ ഇസ്ഹാക്ക് ഇസ്മായിലായത്? ഞാൻ വേറെ നിക്ക് കണക്ട് ചെയ്ത് തരാം. എല്ലാം ഈ കഥ മൊത്തം ഞാൻ കണക്ട് ചെയ്ത് തരാന്ന്. ആയിക്കോട്ടെ. ഇസ്മായില്, ബൈബിളിലെ ഇസ്മായിൽ, ഇസ്ഹാക്ക് ഇസ്മായിൽ ആയതിന്റെ കഥ എന്താണെന്നറിയോ?
ഈ ഇബ്രാഹിം നബിന്റെ ഒന്നാമത്തെ മോനാരാ? ആരിനാണ് അർക്കം കൊണ്ടുപോയത്? ഇബ്രാഹിം നബിന്റെ ഒന്നാമത്തെ മോനാരാ? എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞോളി. ഇസ്മായിൽ അല്ലേ? അതിന് രണ്ടാമത്തെ മോനോ? ഇസ്ഹാക്ക്. അപ്പൊ നിങ്ങൾ കോമൺ സെൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബൈബിളിൽ പേര് തന്നെ പറയുന്നുണ്ടേ. അല്ല, ഇത്രയും കാലം പ്രാർത്ഥിച്ച് ഇത്രയും കാലം എല്ലാ പറഞ്ഞാല് ഇങ്ങനെ ഈ എത്ര നിങ്ങൾ ഇപ്പൊ ബൈബിളത്തെ കഥ വിട്ട് കോമൺ സെൻസിൽ പോകുന്നതിന്റെ ലോജിക്ക് എന്താ? അല്ല 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 നിങ്ങൾ എന്തിനാ ബൈബിളത്തെ കഥ ഉപേക്ഷിക്കണ? ബൈബിൾ തള്ളരുത്, ബൈബിൾ തള്ളരുത്. ഞാൻ പറഞ്ഞുതരാം. അതായത് വറക്ക മുഹമ്മദ് ഖദീജ ത്രയത്തിന്റെ ഗൂഢാലോചനയിലൂടെ ഒരു മിനിറ്റ് ബൈബിളിൽ മുൻ പ്രവചിച്ച പ്രവാചകനായിട്ട് മുഹമ്മദിനെ അവരോധിക്കാൻ വേണ്ടി നടത്തിയ ഡ്രാമയിൽ അതിനു വേണ്ടി നടത്തിയ ചെറിയൊരു തിരുത്തലാണ് എന്ത്? ഇസ്ഹാഖ് ഇസ്മായിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒന്നാമത്തെ ജസ്റ്റ് ആലോചിച്ച് ഒന്നാമത്തെ മകനെ ഇത്രയും കൂടെ അതിനെന്തിനാ നമ്മൾ ആലോചിക്കണം? നമ്മൾ കിതാബ് നോക്കി ബൈബിളിൽ നോക്കിയാ പോരെ, റെഫറൻസ് നോക്കിയാൽ പറയാനായിക്കത് പറഞ്ഞോളി. ഈ ഒന്നാമത്തെ മകനെ ഇത്രയും കാലം പ്രാർത്ഥിച്ച് ഇത്രയും കാലം ഇരുന്ന് ഉള്ളൊരു ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്നാമത്തെ മകനല്ല അങ്ങനെ ചെയ്യേണ്ടത്. ദൈവത്തിന്റെ ലോജിക് ഒക്കെ നിങ്ങൾ ചോദിക്കാൻ പാടുണ്ടോ? അല്ല, ഇങ്ങനെ ആലോചിച്ച് നോക്കി. അല്ല, നമ്മൾ ലോജിക്കാണോ ദൈവത്തിന്റെ ലോജിക്ക്? അതാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ ലോജിക്ക് നിങ്ങൾക്ക് ദൈവത്തിന്റെ ലോജിക്ക് അല്ല, നിങ്ങൾക്ക് തോന്നുമ്പോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത്ര നേരം ബൈബിളിൽ മുഹമ്മദ് എന്ന പേരിൽ എങ്ങനെ അത്ഭുതം ഒരു മഹാത്ഭുതമല്ല. ബൈബിൾ അതിന്റെ മുമ്പുള്ള സാധനമാണ്. അതന്നെ മനസ്സിലായോ? ബൈബിൾ അതിന്റെ മുമ്പേ ഉള്ള സാധനമാണ്. ഈ നാടകത്തിന്റെ സൂത്രധാരനായിട്ടുള്ള വറക്കക്ക് കൃത്യമായിട്ട് ബൈബിളിനെ കുറിച്ച് ധാരണയുണ്ട്, പാണ്ഡിത്യമുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഹിറാ ഗുഹയിലേക്ക് ചോറ് കൊണ്ടുപോയ ഖദീജാന്റെ ഇന്റൻഷനിൽ കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി അതും പോരാഞ്ഞിട്ട് ബൈബിളിലെ ഇസ്ഹാക്ക് ഖുർആനിലെത്തിയപ്പോ ഇസ്മായിൽ ആയതിന്റെ ഗുട്ടൻസും മുഹമ്മദ്, അതായത് അറബികൾ ഇസ്മായിലി വംശത്തിൽപ്പെട്ടതാണ് എന്നൊരു വിശ്വാസം അവിടെ ഉണ്ട്. അതുകൊണ്ട് ബൈബിളിൽ പറയപ്പെട്ട ഈ പ്രവാചകനാണ് ഇയാൾ എന്ന് വരുത്തി തീർക്കാനുള്ള ഡ്രാമ സെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബൈബിൾ കഥയിലെ ബലിയറപ്പിന്റെ കഥയിൽ പറഞ്ഞ ഇസ്ഹാക്ക് ഇസ്മായിലായിട്ട് ഇവിടെ മാറണം. അപ്പോഴേ ഇബ്രാഹിമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞു എന്താ ഒന്നാമത്തെ മകന് ഞാൻ ഒന്നാമത്തെ രണ്ടാമത്തെ ഞാൻ ബൈബിളിൽ പറഞ്ഞ കഥ അനുസരിച്ച് ഞാൻ പറഞ്ഞു. നിങ്ങൾ ബൈബിൾ തെളിവ് കൊടുന്നു, ഞാൻ ബൈബിളിൽ നിന്ന് മുഹമ്മദിന്റെ ഡ്രാമയാണെന്ന് തെളിവ്. ഈ ബൈബിൾ എന്നുള്ള സാധനം എന്താ അറിയോ? അത് മനുഷ്യന്മാര് എഴുതിണ്ടാക്കിയതായിരിക്കും. മനുഷ്യന്മാര് ഈ എഴുതിണ്ടാക്കിയത് ആരൊക്കെയാണ്? അപ്പൊ നിങ്ങൾ എന്തിനാണ് അപ്പൊ നിങ്ങളെ തെളിവ് ബൈബിൾ കൊണ്ടുവന്നത് ഞാനാണോ? അല്ല അല്ല ഈ എഴുതിണ്ടാക്കിയ ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്നെ സംബന്ധിച്ച് ഞങ്ങളോട് പറയണത് മുഹമ്മദിന്റെ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം അല്ല, ഞാൻ ബൈബിളിന്റെ വക്താവല്ല സുഹൃത്തെ. നിങ്ങളാണ് മാറി മാറി പോകുന്നത്. ഞാൻ ബൈബിളിന്റെ വക്താവല്ല. നിങ്ങൾ ബൈബിളിൽ നിന്ന് ഉദ്ധരിച്ച് എന്നെ ഞെട്ടിക്കാൻ ശ്രമിച്ചപ്പോ ഞാൻ ബൈബിൾ കയ്യിലെടുത്തു, അത്രേ ഉള്ളൂ. ഞെട്ടിക്കാൻ ശ്രമിച്ചതല്ല. ഞാനൊരു കാര്യം പറയട്ടെ, സത്യം പറഞ്ഞാൽ ഇപ്പൊ നോക്കൂ, ഇതിനകത്ത് അത്ഭുതമില്ല എന്ന് ഏത് കോമൺ സെൻസിനും മനസ്സിലാവൂലേ? എന്ത് അത്ഭുതമാണ് ഇതിനകത്തുള്ളത്? ബൈബിൾ പണ്ഡിതനായിട്ടുള്ള വറക്ക നിങ്ങൾക്ക് ഇവിടെ കോമൺ സെൻസ് യൂസ് ചെയ്യാം. ഞാൻ എല്ലായിടത്തും കോമൺ സെൻസ് യൂസ് ചെയ്യും. ഞാൻ എല്ലാ കഥകളിലും കോമൺ സെൻസ് യൂസ് ചെയ്യണ്ടല്ലോ. ഈ ഒരു കഥയിൽ മാത്രം യൂസ് ചെയ്ത് നോക്കി. എങ്ങനെ അറിയാം? നിങ്ങൾ ഖദീജ മലയുടെ മോൾക്ക് ഇത് പോയതിൽ മാത്രം കോമൺ സെൻസ് പറഞ്ഞു. നിങ്ങൾ ഈ പ്ലേറ്റ് മാറ്റി പോണോ? ഞാൻ എവിടെ പ്ലേറ്റ് മാറ്റിയില്ല. ആരെ പ്ലേറ്റ് മാറ്റിയത്? നിങ്ങൾ എല്ലാ കഥയിലും കോമൺ സെൻസ് യൂസ് ചെയ്യണ്ടല്ലോ. ഞാൻ എല്ലാത്തിലും കോമൺ സെൻസ് യൂസ് ചെയ്യും. യൂസ് ചെയ്യണ്ടല്ലേ? ഈ കഥയിൽ നിങ്ങൾ അതുപോലെ ജസ്റ്റ് ഒന്ന് കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് നോക്കി. എന്ത്? ഈ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത കാര്യം പറയാം. നിങ്ങൾ പറഞ്ഞോളി. ഈ ഇബ്രാഹിം നബിന്റെ ഒന്നാമത്തെ മോനാരാ? എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞോളി. ഓക്കെ, ഇസ്മായിൽ നബി. രണ്ടാമത്തെ മോനാരാ? നിങ്ങൾ പറഞ്ഞോളൂ, ഒക്കെ നിങ്ങൾ പറഞ്ഞോളി. അപ്പൊ നിങ്ങൾ കോമൺ സെൻസ് യൂസ് ചെയ്ത് നിങ്ങൾ പറഞ്ഞോളി. നിങ്ങൾ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തോളി. ഇസ്ഹാഖ് നബി രണ്ടാമത്തെ മോനെ. അപ്പൊ നിങ്ങൾ പറഞ്ഞ് വരുന്ന എന്താന്ന് വെച്ചാല് ഒന്നാമത്തെ പുത്രൻ ജനിച്ചു കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ പുത്രന് വേണ്ടി ഇബ്രാഹിം നബി ഇത്ര നേരം പ്രാർത്ഥിച്ച് അങ്ങനെ ദൈവം ഒരു മകനെ കൊടുത്ത് എന്നിട്ട് ഈ മകനെ ദൈവം അറക്കാൻ പറഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനത്തെ ഈ പരമ്പരയിൽ കൂടെയാണ് അവരുണ്ടായതും മറ്റേ ഇസ്മായിൽ നബീന്റെ പരമ്പരയിൽ കൂടെയാണ് ഇവരുണ്ടായതും. ഇതാണ് നിങ്ങൾ കോമൺ സെൻസ്? ഞാൻ കോമൺ സെൻസ് അല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ കോമൺ സെൻസ് പഠിച്ചില്ലേ സുഹൃത്തെ? നിങ്ങൾ ബൈബിളാണ്, ഞാൻ ബൈബിളിൽ കോമൺ സെൻസ് ഉപയോഗിക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു കോമൺ സെൻസ് അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ബൈബിളിലെ തെളിവാണ്. ആരാ അങ്ങനെ പറഞ്ഞു? നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളിപ്പോ മുഹമ്മദ് പൊക്കി നിങ്ങൾ ബൈബിളിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. നിങ്ങൾ ആകെ ബേജാറായിക്കാണ്. മുഹമ്മദ് ഞാൻ പറയട്ടെ
പറയട്ടെ. എന്റെ പോയിന്റ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറയുന്നുണ്ട്. അതായത് ഈ ബൈബിളും ഈ ഖുർആനും ഈ തോറയും ഒക്കെ മനുഷ്യന്മാരുണ്ടാക്കിയ സാധനങ്ങളാണ്. ഓക്കെ, ബൈബിളിലെ കഥാപാത്രങ്ങൾ പോലും ഭാവനാ കഥകളാണ്. ആ ഭാവന കഥകളുടെ തേരിലേറിയിട്ടാണ് മുഹമ്മദ് തന്റെ പ്രവാചകത്വം സ്ഥാപിക്കുന്നത്. അപ്പൊ അവിടെ മുഹമ്മദിന്റെ ഞാൻ പറയട്ടെ. അപ്പം ബൈബിളിൽ ഇപ്പം ഇസ്രായേലിയർ എന്ന് പറയുന്ന ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേലി സന്തതി പരമ്പര എന്ന് പറയുന്നത് ഇസ്ഹാക്കിന്റെ പരമ്പരയാണ് എന്നത് ബൈബിളിൽ സ്പഷ്ടമായിട്ട് എഴുതി വെച്ചിട്ടില്ലേ? ഇല്ല, ഇസ്ഹാക്ക് യാക്കോബ് അങ്ങനെയല്ലേ വരുന്നത്? അല്ല, ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഈ കഥയിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന പിന്തുടർച്ചക്കാരന് അടുത്ത ആള് വരുന്നത് ഇസ്രായേലി പാരമ്പര്യത്തിലായിരിക്കും എന്ന കാര്യത്തിൽ ബൈബിളിൽ തെളിവുണ്ടല്ലോ. ഉണ്ട്. മുഹമ്മദ് നബി ഇസ്രായേലി പരമ്പരയിലുള്ള ആളാണോ? മുഹമ്മദ് നബി ഇസ്രായേലി പരമ്പരയിലുള്ള ആളാണോ? ആണ്. ബൈബിളിലുണ്ട്. ആ ബൈബിളിലുള്ള ആ വാദം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ നിങ്ങളെ പോലെ ബൈബിളിന്റെ വാദത്തിന് തെളിവായിട്ട് കൊണ്ടു നടക്കുന്ന ആളല്ല. നിങ്ങളവിടെ ഇടങ്ങേറാവണ്ട. നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് തെളിവ് കൊണ്ടുവരുമ്പോ ഒരു മിനിറ്റ് നിങ്ങൾ വായിച്ചോളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ ബൈബിൾ കാണാതെ പഠിച്ചു വെച്ചല്ല. നിങ്ങൾ റെഫറൻസ് വന്നപ്പോൾ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ കയ്യിൽ ബൈബിൾ ഉണ്ട്. അല്ല, നിങ്ങൾ പറഞ്ഞോളൂ. ഇത് കേൾക്കുന്ന ആളുകളുടെ കയ്യിലും ബൈബിൾ ഉണ്ടാവും. ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇത് പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ. അത് ഞാനല്ലേ തീരുമാനിക്കുന്നത്, നിങ്ങളാ തീരുമാനിക്കുന്നത്. ഞാൻ ഒരു വീഡിയോയും എഡിറ്റ് ചെയ്യാറില്ല കേട്ടോ. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാറില്ല. കോൾ പുറത്തു വിടുമ്പോ പൂർണ്ണമായിട്ടാണ് വിടുക. കോള് പുറത്തു വിടുമ്പോ ഒരു മിനിറ്റ് കോള് പുറത്തു വിടുമ്പോ പൂർണ്ണമായിട്ടാണ് വിടുക. ഇവിടെ APEK സുന്നീസ് പിന്നെ പരിപാടിയല്ല ഇവിടെ നടക്കണേ. ഇനി പറയണത് കേട്ടോ. ബൈബിൾ കഥയില് ഒരു പ്രവാചകൻ വരാനുണ്ടെന്നും ആ പ്രവാചകന്റെ പേര് ബൈബിളിൽ, അതായത് മുഹമ്മദ് നബിയുടെ പേര് പഴയ തോറയിൽ പോലും തെളിവുണ്ട് എന്ന് പറയുന്നതിന്റെ അത്ഭുതം കൊണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് വന്നത്? ആ അത്ഭുതത്തിന്റെ പിരിയാണ് ഇപ്പൊ ഞാൻ അയച്ചു കൈ തന്നത്. ഇത് ഞാനോ നിങ്ങളോ മാത്രം, ഒരു മിനിറ്റ്, ഞാനോ നിങ്ങളോ പറഞ്ഞു തീർക്കട്ടെ സുഹൃത്തെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ എന്നിട്ട് നിങ്ങൾ പറഞ്ഞോ. ഈ രണ്ട് സംഭവങ്ങളും എടുക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നത് ഒരു കഥ. ആ കഥയില് ആ വരാനുള്ള ആളെ കുറിച്ച് അതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനില്ല എന്നും അത് വറക്കയും ഖദീജയും മുഹമ്മദും അറിഞ്ഞുകൊണ്ട് ഈ പ്രവചനം കൂടി കണക്കിലെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഡ്രാമയാണിതെന്ന് സ്വാഭാവികമായിട്ട് സംശയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നും ഞങ്ങൾക്ക് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു വെക്കുമ്പോ പറയട്ടെ സുഹൃത്തെ, നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥനായാലും എങ്ങനെ? ഒരു കാര്യം പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഓക്കെ, അപ്പൊ അതിൽ ഒന്നാമത്തെ അത്ഭുതത്തിന് അവിടെ സ്കോപ്പ് ഇല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നിങ്ങൾ കൊണ്ടുവന്ന ഈ ഒരു ബൈബിൾ വചനം ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ ഒരാളെ സ്ഥാപിക്കുമ്പോ, അതാണ് ഇയാളെന്ന് സ്ഥാപിക്കുമ്പോ, അതേ ബൈബിളിൽ ഇവർ കാത്തിരിക്കുന്ന മിശിഹ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവർ കാത്തിരിക്കുന്ന പ്രവാചകൻ യഹൂദ പാരമ്പര്യത്തിലായിരിക്കും എന്ന് ബൈബിളിൽ സ്പഷ്ടമായിട്ടുണ്ട് എന്നിരിക്കെ ആ പാരമ്പര്യത്തെ ഓവർറൈഡ് ചെയ്യാനോ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈബിളിലെ ഇസ്ഹാക്ക് ഖുർആനിക കഥയിലെത്തുമ്പോ ഇസ്മായിൽ ആവുന്നത് എന്നതാണ് അതിന്റെ കോമൺ സെൻസും തെളിവും. കോമൺ സെൻസ് മാത്രം നിങ്ങൾക്ക് തോന്നുമ്പോ കോമൺ സെൻസും തോന്നുമ്പോ തെളിവല്ല, രണ്ടും കൂടിയും കൂട്ടി ആലോചിച്ച് ഇത് കേൾക്കുന്ന ആർക്കും പരിശോധിക്കാവുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾ ലോജിക് അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നോർത്ത് ഞാൻ നിങ്ങളോട് ചോദിച്ച ലോജിക് ഇത്രേ ഉള്ളൂ. ആ, ഞാൻ ലോജിക് അപ്ലൈ ചെയ്യും, തെളിവുകൾ എടുക്കും ചെയ്യും. സ്റ്റാർട്ടിങ്ങിലെ എന്താ അറിയോ, ഈ ഇസ്രായേൽ സന്തതികളിലല്ല പുതിയ പ്രവാചകൻ വരുന്നു പറഞ്ഞത്. പിന്നെ ആരില്ല? ഞങ്ങൾക്ക് റെഫറൻസ് തരുന്നു. പറഞ്ഞോളി. ഇപ്പൊ തന്നെ ബൈബിളാണ്, ഇപ്പൊ തന്നെ നോക്കും, ബൈബിളിന്റെ കയ്യിലുണ്ട്. അതല്ല, അതില് വേറെ ഡ്യൂട്രോണമി അല്ല, നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് വരുന്ന പറഞ്ഞോളി. ആരോടാ പറയണേ? തെളിവും തന്നോളി, നമുക്ക് നോക്കാലോ. ഡ്യൂട്രോണമി 18:18 എടുത്താണ്. ഏതാണ്? ഡ്യൂട്രോണമി 18:18. 18:18?
ഇനി അവിടെ പോയിട്ട് വേറെ മറ്റേ ഹീബ്രുവിൽ വേറെ അർത്ഥമാണ് പറയണ്ട കേട്ടോ. എനിക്ക് ഹീബ്രു അറിയില്ലേ. ഉള്ള കാര്യം പറയാലോ. ഡ്യൂട്രോണമി എത്രാമത്തെ വചനാണ്? 18-ാം അധ്യായത്തിൽ 18-ാമത്തെ വചനം. 18-ാം അധ്യായത്തിൽ 18-ാമത്തെ. ഫോൺ എടുത്താ പോലെ ഇത്ര റിസ്ക്. ഇല്ല എന്റെ കയ്യിൽ പുസ്തകമാണ് കയ്യില്. ഓക്കെ, നല്ലതാ. വായിച്ചോളി. നിങ്ങൾ വായിച്ചാൽ മതി. നിങ്ങൾ വായിച്ചോളി. ആയിക്കോട്ടെ. ഐ വിൽ റൈസ് എ പ്രൊഫറ്റ് ഫ്രം എമംഗ് देयर ബ്രിറ്റൻസ് എന്നാണ്. ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ എടുത്ത മാറിപ്പോയി. ഒരു മിനിറ്റ്. ഡ്യൂട്രോണമി 18-18 നിങ്ങൾ പറഞ്ഞേ. ഞാൻ 17. നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ആരോടാ പറയണേ? ഇംഗ്ലീഷ് ഒന്ന് വായിച്ചാണ്. അല്ല, 18 നിന്ന് 18 ആരോടാണ് പറയണത്? എവിടെ എത്തിയിട്ടാ ഈ പറയണത്? അല്ല, ആ 18 നിങ്ങൾ വായിച്ചാണ്. നിങ്ങൾ വായിച്ചോളി. നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്റെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങൾ അവന്റെ നാവിന്മേലായിരിക്കും. എങ്ങനെ? സഹോദരന്മാരിൽ നിന്നല്ലേ? സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നാണ് ഇതിനകത്തുള്ളത്. അതെ. ഇസ്രായേലിന്റെ സഹോദരന്മാർ ആരാണ്? നിങ്ങൾ പറഞ്ഞോളി. ഇസ്മായിൽ. ഇസ്മായിലിന്റെ പരമ്പരയിൽ നിന്നല്ലേ പൈര് കണ്ടത്? അപ്പൊ നിങ്ങൾ മാത്രം എന്താ പറഞ്ഞത്? ജൂതന്മാരുടെ പരമ്പരയിൽ നിന്ന് വരുന്നത്. ആണ് യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഞാൻ ക്രിസ്ത്യാനിയല്ല. നിങ്ങൾ ഇന്നോടല്ല ചോദിക്കേണ്ടത്. അപ്പൊ അവർ വിശ്വസിക്കണ്ടല്ലോ ക്രിസ്ത്യൻസ് ജീസസ് ആണോ അവരുടെ ദൈവം? എങ്ങനെ? മേരിയാണോ അവരുടെ ദൈവം? യേശു ആണോ അവരുടെ ദൈവം? സുഹൃത്തെ, ഇത് നിങ്ങൾ ആരോട് തർക്കിക്കേണ്ട കാര്യമാണ്? ഇത് നിങ്ങൾ ക്രിസ്ത്യാനികളോട് തർക്കിക്കണം. ഇത് അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഈ പറഞ്ഞ സാധനവും ആ സാധനവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് മനസ്സിലായിട്ടില്ല. പറയട്ടെ. ഈ എന്നോട് നിങ്ങൾ ഈ പറഞ്ഞ ബൈബിളിലെ ഒരു വചനം, ആദ്യം പറഞ്ഞ വചനം നിങ്ങളുടെ വാദത്തിനല്ല, അതിനെതിരായിട്ടാണ് തെളിവുള്ളത്. നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന സാധനം ഇത് ആരോട് എപ്പോൾ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ബൈബിൾ പണ്ഡിതനല്ല. ഇനി ഇതുള്ളത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള തർക്കമാണ്. എന്നെ സംബന്ധിച്ച് ഇതെല്ലാം മനുഷ്യന്റെ സൃഷ്ടിയാണ്. ഞാൻ പറയാനുള്ള കാരണം പറഞ്ഞുതരാം. അപ്പൊ നോക്കൂ. അല്ല, നിങ്ങൾ ശരിയാക്കി തരണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്ന അതേ വാദം. ഇപ്പൊ ബൈബിളിനെ കുറിച്ച് വിശ്വാസികളും ക്രിസ്ത്യാനികൾക്കൊരു വാദം ഉണ്ടല്ലോ, അല്ലെ? ഖുർആനെ കുറിച്ച് നിങ്ങൾക്കൊരു വാദം ഉണ്ടാവും. ഒരു ദൈവത്തിനെ ആരാധിക്കണം, അത് വേറെ കേസാണ്. അല്ല, അതായിക്കോട്ടെ. അത് നിങ്ങൾ എങ്ങനെ ആരാധിച്ചാലും കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഈ ബൈബിൾ എന്ന് പറയുന്നതും ഖുർആൻ എന്ന് പറയുന്നതും മനുഷ്യന്റെ സൃഷ്ടിയാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞ മുഹമ്മദിന്റെ പേര് വെച്ചിട്ടുള്ള ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. നിങ്ങൾ നേരത്തെ പറഞ്ഞ മുഹമ്മദ് ഉണ്ടല്ലോ, നിങ്ങൾ നേരത്തെ പറഞ്ഞ മുഹമ്മദ് എന്ന് പറഞ്ഞ കഥയുണ്ടല്ലോ, അതും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ സാധനവും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അതെന്നെ ഉദ്ദേശിച്ചിട്ടാണോ ഇത് പറഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല. മനസ്സിലായില്ല. അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞ മുഹമ്മദിന്റെ പേര് പരാമർശിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് ഈ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് വരുന്ന പ്രവാചകനെ കുറിച്ച് തന്നെയാണ് എന്നതിന് എനിക്ക് ധാരണയില്ലാന്ന്. നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇല്ല. കാരണം എനിക്കത് എന്നെ സംബന്ധിച്ച് ഞാനതിന്റെ മേഖലയല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, നിങ്ങൾ ആദ്യം പറഞ്ഞ മുഹമ്മദ് എന്ന് പറയുന്ന സാധനം, ആ മുഹമ്മദിന്റെ തെളിവിൽ യാതൊരു മഹാത്ഭുതവും ഇല്ല, ആ പേരിന്റെ അത്ഭുതത്തിൽ. പിന്നെ നിങ്ങൾ ഹൈന്ദവ പുരാണത്തിനെ കുറിച്ച് പറയാറുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ എന്താണ് ആ സ്വാമിയുടെ പേര്, ഇവിടുത്തെ നമ്മുടെ എം അക്ബറിനുമായിട്ട് സംവാദം നടത്തിയിട്ട് നിച്ച് ഓഫ് ട്രൂത്ത് മുക്കിക്കളഞ്ഞ ഒരു സംവാദം ഉണ്ടല്ലോ, മഞ്ചേരി സംവാദം. അല്ല, നിങ്ങൾ കണ്ണി കണ്ട് കാണണ്ട. നിങ്ങൾ അഹമ്മദ് ദീദാത്തിന്റെ പിന്നെ ഇതൊക്കെ എടുത്ത് വന്നപ്പോ ഞാൻ ചോദിച്ചതാ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ചിദാനന്ദപുരി പറഞ്ഞുതരാം. ചിദാനന്ദപുരിയുടെ ഇതേ സാധനം അവർ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് അതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവരുടെ വേദങ്ങൾ വെച്ച് നടക്കുന്ന കടിപിടിയിൽ നമ്മൾ ഭാഗവാക്കല്ല. പക്ഷെ ഇതിൽ അത്ഭുതപ്പെടാനൊന്നും സാമാന്യമായിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഞങ്ങൾക്ക് തന്നത്. ഇനി പറയാനുള്ളത്, ഇതൊക്കെ ശരിയാണെന്ന് വെച്ചോ, നമ്മൾ ഒരു മനുഷ്യന്റെ മതത്തെ, ഒരു ആശയത്തെ, ഒരു മിനിറ്റ് സുഹൃത്തെ, ഒരു മിനിറ്റ് ഇത് പറയട്ടെ. ഇതൊക്കെ നമുക്ക് മുൻകഴിഞ്ഞ വേദത്തിലുള്ള ഒരാളെ, ഇപ്പൊ എന്റെ കുട്ടി അല്ലെങ്കിൽ എന്റെ തലമുറയിൽ ഒരാളെ 2 തലമുറ വെച്ചിട്ടോ അല്ലെങ്കിൽ എനിക്കിപ്പോ ഏതെങ്കിലും ഒരാളെ കണ്ടെത്തിയിട്ടോ ഏതെങ്കിലും ഒരു മുൻ പ്രവചനത്തിന് സമാനമായിട്ടുള്ള ഒരു മനുഷ്യന്റെ പേരും സാധനങ്ങളും ഉണ്ടാക്കിയെടുത്തൂടെ? കോമൺ സെൻസ് ആണ് ഇതൊക്കെ. എടുക്കാൻ പറ്റും. പേരുണ്ടാക്കിയെടുക്കാൻ പറ്റും. മുഹമ്മദിന്റെ പേര് മുഹമ്മദ് എന്ന് പിന്നീട് ആക്കിയതല്ല. നിങ്ങൾക്ക് എന്താ തെളിവ്? മുഹമ്മദിന്റെ പേര് ഈ ബൈബിൾ കഥയെ കൂടി ആസ്പദമാക്കിയിട്ട് പിന്നീട് മാറ്റിയതല്ല എന്നെന്താ നിങ്ങൾക്ക് തെളിവ്?
മനസ്സിലായില്ല. അറബികൾക്കിടയിൽ സാധാരണ പ്രചാരത്തിലുള്ള ഒരു പേരല്ല മുഹമ്മദ്. ഉം. അല്ലല്ലോ? അല്ല. അല്ല. അപ്പൊ അങ്ങനത്തെ ഒരു പേര് അറബികൾ ഇട്ടതാണോ അതോ മുഹമ്മദ് പിന്നീട് സ്വയം ആ പേര് സ്വീകരിച്ചതാണോ എങ്ങനെ അറിയും? എങ്ങനെ അറിയും? എങ്ങനെ അറിയും? നിങ്ങൾ പറയും. എങ്ങനെ അറിയും? എങ്ങനെ പറയേ? ആർക്കും പേര് സ്വീകരിക്കാം. മാതാ അമൃതാനന്ദമയി എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. ഇവിടെ ഒരാള് അല്ലേ, മാതാ അമൃതാനന്ദമയി എന്നാണ് അവരുടെ പേര്. ആണോ? അവരുടെ പേര് അതാണോ? നിങ്ങൾക്ക് അറിയണല്ലോ. എന്താ പറയില്ല നിങ്ങള്? സത്യം പറയാം, മാതാ അമൃതാനന്ദമയി എന്നാണ് ഇവിടെ ഒരു ആൾ ദൈവം അറിയപ്പെടുന്നത്. അവര് ലോകത്തെമ്പാടും അറിയപ്പെടുന്ന മാതാ അമൃതാനന്ദമയി എന്നാണ്. അവരാ പേര് പിന്നീട് സ്വീകരിച്ചതാണോ അതോ അവർക്ക് ആദ്യമേ ജനിച്ചപ്പെട്ട പേരാണോ? ഇത് പറയാൻ സുഹൃത്ത്, നിങ്ങൾ പറയണല്ലോ. എങ്ങനെ അറിയില്ല എന്ന് പറയാം. അപ്പൊ മുഹമ്മദ് എന്ന പേര് ഈ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമകാലികർക്കിടയിൽ ജീവനോടെ ഇരിക്കുന്ന ഒരാളെ കുറിച്ച് നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാത്ത നിങ്ങൾ 14-15 നൂറ്റാണ്ട് മുമ്പത്തെ ഒരാളുടെ പേര്, ഒരു മിനിറ്റ്, 15 നൂറ്റാണ്ട് മുമ്പത്തെ, ഒരു മിനിറ്റ് സുഹൃത്തെ, 15 നൂറ്റാണ്ട് മുമ്പത്തെ ഒരു മനുഷ്യൻ സ്വയം സ്വീകരിച്ച അന്നാട്ടിൽ അന്ന് സാധാരണഗതിയിൽ പ്രചാരത്തിലില്ലാത്ത ഒരു പേര് സ്വയം സ്വീകരിച്ചതാണെങ്കിൽ അതല്ല എന്ന് നമ്മൾ എങ്ങനെ തെളിയിക്കും? മുഹമ്മദിന്റെ പേര് മുഹമ്മദ് എന്നാണോ പേര് നാമകരണം ചെയ്തിരുന്നത് അല്ലയോ? നമുക്ക് എങ്ങനെ അറിയും? ഇല്ല, എനിക്കറിയാം. എന്റെ വല്യപ്പാന്റെ പേരൊക്കെ എനിക്കറിയാം. വല്യപ്പാന്റെ ഉപ്പാന്റെ പേരും അറിയാം. അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ എനിക്കറിയില്ല. വല്യപ്പാന്റെ ഉപ്പാന്റെ പേര് എനിക്കറിയില്ല. എനിക്കറിയില്ല. വല്യപ്പാന്റെ ഉപ്പാന്റെ പേരറിയും. അല്ല, എന്താ പ്രസക്തി എന്താ പറയും? അല്ല, നിങ്ങൾ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് എന്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാവായിട്ടല്ലോ. നിങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടല്ലേ? ഒരു പേര് ഒപ്പിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പോലും സാധ്യമാണ്. നിങ്ങൾക്ക് മാതാ അമൃതാനന്ദമയിയുടെ പേരെന്താന്ന് അറിയില്ല നിങ്ങൾ പറയണേ. ഒരു മിനിറ്റ്, നമ്മുടെ നാട്ടിൽ നമ്മുടെ സമകാലികരായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ പേര് ഇങ്ങോട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്ന പേര് അവർ സ്വയം സ്വീകരിച്ച പേരാണ്. മാതാ അമൃതാനന്ദമയിയുടെ യഥാർത്ഥ പേര് നിങ്ങൾ പറഞ്ഞോളി. അല്ല, അത് എന്തിനാണ് വാപ്പാനെയും വല്യപ്പാനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണത്? ഇല്ല, ഞാൻ ഇവിടെ ഒരാള് ഒന്ന് പറയാം. അല്ല, അതിന്റെ ആവശ്യം എന്താണ്? ഇത് പറയൂ. മാതാ അമൃതാനന്ദമയിയുടെ യഥാർത്ഥ പേര് പറയും. ഒരു മനുഷ്യന് മാതാ അമൃതാനന്ദമയിയുടെ യഥാർത്ഥ പേര് പറയും. ഒരു മനുഷ്യന് അവനൊരു പേര് സ്വയം, ഒരു മിനിറ്റ് പറഞ്ഞുതരാം. ഒരു മനുഷ്യനോ അയാളുടെ ഒരു സംഘമോ തീരുമാനിച്ചാൽ, കേട്ടോ പറഞ്ഞുതരാം. ഒരു മനുഷ്യൻ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട്, ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അയാളുടെ യഥാർത്ഥ പേര് മറച്ചു വെച്ച് ഒരു പേര് സ്വയം സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ, ആ പേരിൽ പ്രശസ്തനാവാൻ തീരുമാനിച്ചാൽ, എല്ലാ ടെക്നോളജിയുള്ള ഈ കാലത്ത് പോലും അത് സാധ്യമാണ്. എന്നിരിക്കെ മുഹമ്മദിന്റെ പേര് മുഹമ്മദ് ആയിരുന്നു എന്ന് നിങ്ങൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയണേ? അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന ബൈബിളിലെ, പറഞ്ഞുതരാം, നിങ്ങൾ കൊണ്ടുവന്ന ബൈബിളിലെ മുഹമ്മദ് എന്ന അത്ഭുതം, അത് മുഹമ്മദ് എന്ന അത്ഭുതം വീണ്ടും തവിട് പൊടിയാവും. കാരണം വറക്ക ബൈബിൾ പണ്ഡിതനാണ്. വറക്കയാണ് മുഹമ്മദിന് പേര് നിർദ്ദേശിച്ചതെങ്കിലോ? ചാൻസ് ഉണ്ട്, കൂടുതലാണ്. ഇത് കേൾക്കുന്ന ആളുകൾ കോമൺ സെൻസ് ഉപയോഗിക്കല്ലോ, ബുദ്ധി ഉപയോഗിക്കല്ലോ. ഇത് കേൾക്കുന്ന ആളുകൾക്ക് വറക്ക എന്ന പേര് മുഹമ്മദിന് പിന്നീട്, കാരണം മുഹമ്മദിന്റെ സമകാലികരിൽ എഴുതപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും അറബികൾക്കിടയിൽ മുഹമ്മദ് എന്ന മറ്റൊരു പേരില്ല. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്നൊരു പേര് അവിടെ ഒരു സാധാരണ സ്വീകരിക്കുന്ന പേരല്ല. അങ്ങനത്തെ ഒരു പേര് അബ്ദുള്ള എന്നും പറയട്ടെ. മുഹമ്മദ് എന്ന് പേരിട്ടത് ആരാണ്? ഒരു മിനിറ്റ്, എന്താണ്? ആണ്, അത് ഈ മുഹമ്മദിന്റെ അല്ല, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വേറെ വഴിയിലേക്ക് വലിച്ചുകൊണ്ടോണ്ട. ഞാൻ പറഞ്ഞുതരാം. കോമൺ സെൻസും ലോജിക്കലും എനിക്ക് വേണ്ട പറഞ്ഞുതരാം. മുഹമ്മദ് എന്ന് പേരിട്ടത് ആരാണ് നമ്മൾ പഠിച്ചത്? മുഹമ്മദിന് പേര് നിർദ്ദേശിച്ചത് ആരാണെന്നാണ് നമ്മൾ പഠിച്ചത്? വല്ലിപ്പ അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബിന്റെ മക്കൾക്കിട്ട പേരെന്തൊക്കെയാ നമുക്കറിയില്ലേ? അറിയില്ലേ?
എനിക്ക് കുറച്ചൊക്കെ അറിയാം. ആ ഞാൻ ചോദിക്കാം, ഒരു പേര് ചോദിക്കാം. മുഹമ്മദ് നബിന്റെ വാപ്പാക്ക് പേരിട്ട് അബ്ദുൽ മുത്തലിബ് അല്ലേ? അത് അതിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. സാധാരണഗതിയിൽ വാപ്പാരും വലിയപ്പാരും അല്ലേ പേരിടുക. എന്റെ കേസിലൊക്കെ കാക്കാരായിട്ടിരിക്കണം. അത് വിട്. ഞാൻ ചോദിക്കുന്നത് അബ്ദുള്ള എന്നാണ് മകന്റെ പേര്, അബ്ദുൽ ഉസ്സ എന്നാണ് വേറൊരു പേര്. അബ്ദുൽ ഉസ്സ ആരുടെ പേരാ? അബ്ദുൽ ഉസ്സ. അബ്ദുൽ ഉസ്സ കേട്ട പേര്, അത് ആരുടെ എനിക്കറിയാം. കേൾക്കൂല നിങ്ങള്. കാരണം എന്താ അറിയോ, അത് കേട്ട ഇസ്ലാമിൽ കുറച്ച് ക്ഷീണാണ്. കേൾക്കൂലല്ല, അല്ലാതെ നമുക്ക് പരിചയം ഉണ്ടാവില്ല, പെട്ടെന്ന് ഓർമ്മ വരൂല. ഞാൻ വേറൊരു പേര് പറഞ്ഞുതരാം, അപ്പൊ എനിക്ക് ഓർമ്മ വരും. അബൂലഹബ് എന്ന് കേട്ടിക്കണോ? അബൂലഹബിനെ കേട്ടിക്കണോ? ആ, അബൂലഹബിന്റെ ശരിക്കുള്ള പേരെന്താ? അബൂലഹബിനെ ശരിക്കുള്ള ഞാൻ അബൂലഹബിനെ കേട്ടിട്ടുള്ളൂ. നിങ്ങൾ അബൂലഹബ് എന്ന് കേട്ടിട്ടുള്ളൂ. അതാണ് പറഞ്ഞത്. അപ്പൊ പേര്, യഥാർത്ഥത്തിലുള്ള പേര് നമ്മൾ ആളുകൾ വിചാരിച്ചാൽ വേറെ പേര് വിളിക്കാം. അബ്ദുൽ ഉസയ അബൂലഹബ് എന്ന പേരിൽ മാത്രം ഖ്യാതി നേടുന്ന ഒരു അവസ്ഥയിൽ ഇസ്ലാമിന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മുഹമ്മദിന് വേറെ എന്തെങ്കിലും പേരായിരുന്നില്ല എന്ന് എന്താ ഉറപ്പ്? ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഞാൻ ഇന്ന് പറയണതല്ല, ഇപ്പൊ എന്നോട് പറയണതല്ല കേട്ടോ. ഞാൻ ഈ കേസില് ഞാൻ ഇതിന് മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്. ഈ നുബൂവത്ത് എന്ന് പറയുന്നത് വറക്കയുടെ മേൽനോട്ടത്തിൽ ഖദീജയും മുഹമ്മദും കൂടി ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു ഡ്രാമയാണ്. ഇതൊരു ട്രാൻസ് സിനിമയുടെ തിരക്കഥയെ വെല്ലുന്ന ഒരു സംഭവമാണ്. പോയിന്റ് എന്താന്ന് വെച്ചാല്, ഈ മുഹമ്മദ് നബിക്ക് മുഹമ്മദ് നബിന്റെ പേര് വേറെന്തോ ആയിരുന്നു. അല്ല, അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സാധ്യത ഞാൻ ഉറപ്പിച്ചല്ലോ സുഹൃത്തെ പറഞ്ഞത്. നിങ്ങൾ പേര് മഹാത്ഭുതം കൊണ്ടുവരുമ്പോ ഒരു പേര്, ഒരു ബൈബിളിലുള്ള ഒരു പേരെടുത്തു വന്നിട്ട് അത് അത്ഭുതമാണ് എന്ന് കൊണ്ടുവന്നപ്പോ ഞങ്ങളോട് പറഞ്ഞതിൽ ഒരു അത്ഭുതവും ഇല്ല. കാരണം ഒരു സാധ്യതയുമില്ല. അതിന് തുല്യമായ സാധ്യത ആ കഥയ്ക്ക് അനുസരിച്ച് ഒരു ഡ്രാമ സെറ്റ് ചെയ്തതാവാനും ഉണ്ട്. ഉണ്ട്. ആ, രണ്ട് കാര്യങ്ങൾക്ക് ഈക്വൽ സാധ്യത ഉള്ളിടത്ത്, രണ്ടോ മൂന്നോ സാധ്യതകൾ ഉള്ളിടത്ത് ഒരു സാധ്യതയിൽ അത്ഭുതം കൂറാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. അതാണ് പറഞ്ഞത്. എത്രയോ സാധ്യത ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ പറയണത്. ഇനി നിൽക്കൂ. എന്റെ മതവിമർശനം എന്ന് പറയണത്, ഇപ്പൊ മുഹമ്മദ് നബി ജനിച്ചു കഴിഞ്ഞത്, ഒരു മിനിറ്റ് തെളിവ് ലോജിക്ക് വെക്കുമ്പോഴേ ഒരു കാര്യം കൂടി ഞാൻ എന്റെ ഒരു പോയിന്റ് പറയാം, അപ്പൊ നിനക്ക് കാര്യം കുറച്ചുകൂടി മനസ്സിലാവും. അബ്ദുള്ള മരിച്ചതിന് ശേഷം ഏകദേശം 4 വർഷത്തിന് ശേഷമാണ് മുഹമ്മദ് ജനിച്ചത് എന്ന് നമുക്ക് ഇപ്പൊ നിങ്ങൾ ഈ മുഹമ്മദും അപ്പുറത്തെ തെളിവ് ഇപ്പുറത്തെ തെളിവ് എല്ലാം കൂടെ എടുത്തുകൊണ്ടെന്ന് ഒപ്പിക്കുന്ന പോലെ ഒപ്പിച്ചാൽ അതിനേക്കാളും വ്യക്തമായിട്ട് നമുക്ക് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് കിട്ടും. അബ്ദുള്ള മരിച്ചതിന് ശേഷം 3 വർഷത്തിലധികം കഴിഞ്ഞു, 3 വർഷത്തിന് 4 വർഷത്തിന് ഇടയിൽ സമയം എടുത്തിട്ടാണ് മുഹമ്മദ് നബി ജനിച്ചത് എന്ന് നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തെളിവുണ്ട്. ഉണ്ട്. എന്നിട്ട് അപ്പൊ ആരാ മുഹമ്മദിന്റെ വാപ്പ? അല്ല, നിങ്ങൾ പറയ്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും പിതാവ്? അത് പറഞ്ഞുതരാം. ഞാൻ എന്ത് പറയാനാ ഇത് പറഞ്ഞതെന്ന് കൂടി പറയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. ഈ വാദം ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ ഇത് നിങ്ങളെ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി. എല്ലാ അറബികൾ പൊട്ടന്മാരല്ല. കുന്നിൻ ചെരുവിലെ ഈന്തപ്പനാന്ന് മുഹമ്മദ് നബിനെ വിളിച്ചിരുന്നു. അത് ഹദീസിൽ തെളിവുണ്ട്, ഇസ്ലാമിൽ ചരിത്രത്തിൽ തെളിവുണ്ട്. പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. പറയട്ടെ, ഞാൻ പറയാൻ വന്ന പോയിന്റ് പറയട്ടെ. ഇത് ഇസ്ലാമിനെതിരെയുള്ള ഒരു ആരോപണമായിട്ട് ഉന്നയിക്കേണ്ട കാര്യമല്ല. മുഹമ്മദിനെ നമ്മൾ വിലയിരുത്തേണ്ടത് മുഹമ്മദിന്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള ഊഹാപോഹങ്ങൾ വെച്ചിട്ടല്ല. ഇതാണ് എന്റെ നിലപാട്. അത് ഞാൻ വിമർശകരോടും പറയുന്നതാണ്. ഒരാശയം ഇപ്പൊ മുഹമ്മദ് നബി തെറ്റായിരുന്നു അല്ലെങ്കിൽ ഇസ്ലാം തെറ്റാണെന്ന് പറയാൻ മുഹമ്മദ് നബിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട ഈ ഊഹാപോഹം അല്ലെങ്കിൽ ഈ കഥകൾ, ഈ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് തെളിവുണ്ടാക്കേണ്ട കാര്യമില്ല. ജനങ്ങളുമായി ബന്ധപ്പെട്ട ഈ കഥകളോ? മനസ്സിലായി. അപ്പൊ ഇത്തരം കാര്യം ഇങ്ങനെയെല്ലാം നമ്മൾ വിമർശിക്കണേ എന്നതുപോലെ തന്നെയാണ് മുഹമ്മദിന്റെ പേര്. ഇനിയിപ്പോ പറഞ്ഞു തീർക്കട്ടെ. ഇത് നീ മാത്രം, ഒരു മിനിറ്റ്, നീ മണ്ടത്തരം അഭിനയിച്ചാൽ നീ മാത്രം മണ്ടനാവുള്ളൂ. ഇത് കേൾക്കുന്ന എല്ലാവരും മണ്ടന്മാരല്ല. നമ്മൾ ഒരാശയത്തെ സമീപിക്കുന്നത്, ഒരു പ്രത്യയശാസ്ത്രത്തെ, ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തെ സമീപിക്കുന്നത് അതിന്റെ മെറിറ്റിൽ നിന്നുകൊണ്ടാണ്. ആ മെറിറ്റിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോ ബൈബിളിൽ മുഹമ്മദ് എന്നുള്ള പേരുണ്ടോ അല്ലെങ്കിൽ ഭവിഷ്യപുരാണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്നത് ഏതുപോലെ അപ്രസക്തമാണ്. മുഹമ്മദ് നബി, ഞാൻ പറയട്ടേന്ന്
ഭവിഷ്യ പുരാണത്തിലുണ്ടോ, ബൈബിളിൽ പേര് പരാമർശിച്ചിട്ടുണ്ടോ എന്നത് മുഹമ്മദ് നബിയും ജനനവും അബ്ദുള്ളയുടെ മരണവും പ്രായ വ്യത്യാസവും തമ്മിലുള്ള കണക്കുകൾ ശരിയാവാത്തത് പോലെ അപ്രസക്തമാണ്. നമ്മൾ ഇസ്ലാമിനെ പരിഗണിക്കുന്നത് എങ്ങനെയാ? ഇസ്ലാമിനെ പരിഗണിക്കുന്നത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഞാൻ ഇത് തെളിവ് തരാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ അറിയോ, അതെന്റെ ആരോപണം അല്ലാത്തതുകൊണ്ടാണ്. അത് നിനക്ക് തെളിവ് വേണോ? തെളിവ് വേണമെങ്കിൽ നീ തബക്കാത്തുൽ കബീർ ശരിക്കിരുന്ന് വായിച്ചോ. പുസ്തകം ഞാൻ പറഞ്ഞുതരാം, ഇരുന്ന് വായിച്ചൂടെ. തബക്കാത്തുൽ കബീറിൽ വായിച്ചോ. പിന്നെ ഹംസ എന്ന് പറയുന്ന ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ ചരിത്രം വായിച്ചോ. മുഹമ്മദ് നബിയുടെ ജനനവും ഹംസയുടെ മരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തബക്കത്തുൽ കബീർ എന്ന് പറഞ്ഞ പുസ്തകം ഇരുന്ന് വായിക്കേണ്ട പൊന്നാര സുഹൃത്തെ. ഇതുപോലും നിങ്ങൾക്ക് അറിയില്ല. പിന്നെ എന്ത് ഇസ്ലാമാണ്? ബൈബിളിന്റെ കഥ കണക്ക് കറക്റ്റ് ആയിട്ട് അറിയാലോ. എങ്ങനെ? ഇബ്നു സഅദിന്റെ പുസ്തകം തബക്കാത്തുൽ കബീർ കണക്ക് അറിയായിട്ട് ചോദിക്കാണ്. ഞാൻ വിചാരിച്ചു തമാശ. ഇബ്നു സഅദിനെയും തള്ളുകയാണോ? അല്ല, ഇബ്നു സഅദിനെയും തള്ളുകയാണോ? അല്ല, എനിക്ക് ഞാൻ കേട്ടിട്ടില്ലട്ടോ. നിങ്ങൾ കേൾക്കാത്ത എന്തോരം കഥകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന്, ഒരു മിനിറ്റ്. ഇത് എനിക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. എന്ത്? മുഹമ്മദ് നബിയുടെ ജന്മത്തിന്റെ പറയട്ടെ ഞാന്. അത് ഞാൻ ചെയ്യൂല. കാരണം എന്താ അറിയോ, അതെന്റെ വിഷയമല്ല. എന്തുകൊണ്ടാ? നമ്മൾ വിമർശിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെയാണ്. ആ ആശയത്തെ വിമർശിക്കുമ്പോ പറഞ്ഞുതരാം. കേട്ടോ എന്റെ എല്ലാ അത്ഭുതവും തീരും. ഒരു ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തെ, അതിന്റെ ആദർശത്തെ വിമർശിക്കുന്നത്, പറയട്ടെ സുഹൃത്തെ, നിങ്ങൾ പറഞ്ഞു തീർക്കാൻ സമ്മതിക്ക്. ഒരാദർശത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതും അതിനെ പരിഗണിക്കുന്നതും അതിന്റെ മെറിറ്റിൽ നിന്നിട്ടാണ്. അപ്പൊ എന്താ ഇസ്ലാം എന്ന് പറഞ്ഞ ആശയം? ഇസ്ലാം എന്ന ആശയം മുഹമ്മദ് നബിയിലൂടെ വന്നു എന്ന് പറയപ്പെടുന്ന ദിവ്യവചനങ്ങളാണ് എന്ന വിശ്വാസമാണ്. ആ ദിവ്യവചനങ്ങളിലൂടെ മുഹമ്മദ് നബിയിലൂടെ അള്ളാഹു ലോകത്തുള്ള സകല മനുഷ്യർക്കും, സകല കാലത്തേക്കുമുള്ള സകല മനുഷ്യർക്കും ഏറ്റവും ഉത്തമമായ ജീവിത പദ്ധതി ഉദാഹരണ സഹിതം, മാതൃക സഹിതം ജീവിച്ചു കാണിക്കാനും പറഞ്ഞു പഠിപ്പിക്കാനും വന്ന ആളാണ് മുഹമ്മദ് നബി. അതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി പൂർത്തീകരിച്ച മതമാണ് ഇസ്ലാം. ഇതല്ലേ ഇസ്ലാമിന്റെ അടിസ്ഥാന അവകാശവാദം? അങ്ങനെ നിൽക്കുമ്പോ ഈ മുഹമ്മദ് നബി മനുഷ്യർക്ക് ബാധകമാകുന്ന നിയമങ്ങൾ എന്ന രീതിയിൽ എഴുതി വെക്കപ്പെട്ട ഇസ്ലാമിക നിയമങ്ങളും ഇസ്ലാമിന്റെ രീതികളും ഈ പറയപ്പെടുന്ന എല്ലാ കാലത്തുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള ഏറ്റവും ഉത്തമ മാതൃകയായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നതാണോ അല്ലേ? മുഹമ്മദ് നബി ഈ പറയുന്നത് പോലെ, ഈ പറയപ്പെടുന്ന കഥകൾ പോലെ കാരുണ്യത്തിന്റെ പ്രതീകമായിരുന്നോ അല്ലേ? മാറിപ്പോയല്ലോ. അല്ല, ഞാൻ പറയട്ടെ. ഇതാണ് ഇസ്ലാമിക വിമർശനം. ഒരു മിനിറ്റ് സുഹൃത്തെ. ഇതാണ് ഇസ്ലാമിക വിമർശനം എന്ന രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അല്ലാതെ മുഹമ്മദ് നബി ജനിച്ചോ, വേറെ ആരെങ്കിലും മരിച്ചോ, അയാളുടെ പേര് വേറെ കിതാബിലുണ്ടോ, അങ്ങനത്തെ പരിപാടിയാണെന്നില്ലല്ലേ? അങ്ങനത്തെ നിങ്ങളുണ്ട്. ഞാൻ ചെയ്ത വീഡിയോകളിൽ നിന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ. ഇപ്പൊ ബദർ ഞാൻ പറഞ്ഞ കാര്യമാണ്, അടിമത്തം ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഈ ബദറിലുണ്ടല്ലോ, ഈ ബദറിൽ ഈ 1000-ഓളം വരുന്ന ആൾക്കാരുടെ 313 ആൾക്കാർ അതിൽ വലിയ നോണ, ഒന്നാമത്തെ നോണയല്ലേ അതുണ്ട്. ചാവേറുകളെ എല്ലാവർക്കും ഭയമായിരിക്കും. ഓ, അപ്പൊ നോണല്ല. ചാവേറുകൾ എല്ലാവർക്കും ഭയം ഉണ്ടാവും, സ്വാഭാവികല്ലേ? അല്ലേ? ബദറിൽ എന്തിനാ പിന്നെ പോയത്? അല്ല, ഈ 1000-ഓളം വരുന്ന ആളുകളോട് ഈ നോമ്പ് എടുത്ത് വരുന്ന ഈ എത്ര ആൾക്കാരാണ്? 313 ആളുകൾ. ഈ 313 പേര് പോയത് എന്തിനായിരുന്നു? 313 പേര് ഒരുങ്ങി ഇറങ്ങിയത് 1000-ഓളം ആളുകളോട് യുദ്ധം വെട്ടാനാണോ അല്ലേ? ഞാൻ കേട്ടുന്നത് ഈ 313 ആളുകള് പുറപ്പെട്ടു പോയത്. 313 ആളുകളെ മുഹമ്മദിന്, ഞാൻ പറഞ്ഞുതരാം, നിങ്ങളോട് ചോദിക്കാം, നിങ്ങളെ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞുതരാണല്ലോ, എന്റെ സംശയം തീർത്താൽ മതി. മുഹമ്മദ് നബി 313 പേരെ തയ്യാറാക്കിയിട്ട് പുറപ്പെട്ടത് 1000-ഓളം ആളുകളോട് യുദ്ധം ചെയ്യാനായിരുന്നു അല്ലേ? ഞാൻ അതിന് ആൻസർ പറയട്ടെ? പറഞ്ഞോളി. ഈ ആൻസർ പറയുമ്പോ കുറച്ച് മുന്നിന്ന് പറയണം, കുഴപ്പമുണ്ടോ? നിങ്ങൾ എവിടുന്ന് വേണേ പറഞ്ഞോളി. ഈ മക്കയിൽ നിന്ന് മദീനയ്ക്ക് ആളുകളുടെ ഇവര് ഒഴിവാക്കി, ഇവര് പാലായനം ചെയ്ത് പോയില്ലേ? ഇവരുള്ള സമ്പത്തും അവരെ സ്വർണ്ണവും പാത്രം എല്ലാം ഇട്ടല്ല പോയത് മക്കയില്. അപ്പോ ഈ ഗോത്രം അവിടെ മദീനയിൽ എത്തിയിട്ട് അന്നത്തെ ഞാനൊരു കേട്ടതാണ്, ഒരു
ആളെ നിങ്ങൾ കേട്ടത് പറയില്ല, നിങ്ങൾ വായിച്ചത് പറയും, നിങ്ങൾക്ക് ബോധ്യമുള്ളത് പറയും. അല്ല ഞാൻ കേട്ടത് പറഞ്ഞ് നിങ്ങൾ പരിഹാസനാവരുത് എന്നാണ് ഞാൻ പറയാം. പരിഹാസനല്ല. അപ്പൊ ഈ നിങ്ങൾ പറയുന്ന കഥ, അതായത് മുഹമ്മദ് നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ സമ്പത്തുകൾ അവിടെ ഉപേക്ഷിച്ചു പോയി എന്നും പോയിരുന്നു. പറയട്ടെ അവരുടെ സമ്പത്ത് ഉപേക്ഷിച്ചു പോയിരുന്നു എന്നും ആ സമ്പത്ത് മക്കാർ കൈക്കലാക്കിയിരുന്നു എന്നും. ഒരു മിനിറ്റ്, അല്ലല്ല പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എനിക്ക് ആൻസർ പറയുമ്പോൾ കൃത്യത വേണം. നിങ്ങൾ ഇത് പറഞ്ഞതിനൊരു കാര്യം ചോദിക്കാനേ, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് സുഹൃത്ത്. നിങ്ങൾ ഇങ്ങനെ എന്താ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ അത്രയും ഭാഗത്തിന് വല്ല തെളിവുണ്ടോന്ന്? ഞാൻ ആൻസർ ഫുള്ള് പറഞ്ഞിട്ട് അല്ല, നിങ്ങളിപ്പോ ഈ പറഞ്ഞ വാദത്തിന് വല്ല തെളിവുണ്ടോന്ന്? ആളുകൾ അവിടെ സ്വത്ത് ഉപേക്ഷിച്ച് പോയി അത് മക്കാർ കൈക്കലാക്കി എന്നുള്ളതിന് വല്ല തെളിവുണ്ടോന്ന് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ഈ മുഹമ്മദ് നബിയുടെ പേര് മാറ്റിയായിരുന്നു ഇത്? അത് ഞാൻ ആരോപണമായിട്ട് പറഞ്ഞല്ല സുഹൃത്തെ, പോസിബിലിറ്റി പറഞ്ഞതാണ്. പോസിബിലിറ്റി ഞാൻ തെളിവുണ്ടാവുക. അപ്പൊ ഇവിടെ നമുക്ക് പോസിബിലിറ്റി പറയാൻ പോസിബിലിറ്റിയാണ് നിങ്ങൾ പറയണേ. അത് പറഞ്ഞോളി, പോസിബിലിറ്റി പറഞ്ഞോളി. പോസിബിലിറ്റി അല്ല, ഞാൻ പോസിബിലിറ്റിയാണ് നിങ്ങൾ പറഞ്ഞോളി. ഓക്കെ, ഞാൻ പറയട്ടെ. ഇവര് മക്കയില് അവരുടെ എല്ലാ സ്വത്തും ഒക്കെ സാധനമൊക്കെ ഉച്ചെറിഞ്ഞു പോയി മദീനയിലെത്തി. ആ വർഷം അബൂ സുഫിയാന് കുറച്ച് ഈ സാധനങ്ങൾ, ഇവിടെ കുറെ സാധനങ്ങളും പൈസയും മറ്റേ ആയുധങ്ങളൊക്കെ കിടക്കുന്നുണ്ടല്ലോ അവരുടെ. ഈ സാധനം ഈ സാധനമൊക്കെ അവിടെ സിരിയില് കൊണ്ടുപോയിട്ട് വിറ്റു. ശരിക്കും ഞാൻ കേട്ട പ്രകാരം ഇവര് പോണ വഴിക്ക് പിടിക്കാനാണ് ഇവര് പ്ലാന്. പക്ഷെ ഇവര് തിരിച്ചു വരുന്ന വഴിയിലാണ് ഇവരെ പിടിച്ചത്. എന്ന് പറഞ്ഞാല് മുസ്ലിങ്ങള് ഖുറൈശികളും തമ്മിൽ യുദ്ധം നടന്നത് തിരിച്ചു വരുന്ന ഈ സംഘം മക്കയിലെത്തിയിട്ട് മക്കയിൽ നിന്ന് ഒരു സംഘം ഉണ്ടാക്കിയിട്ട് ഇവരോടാണ് യുദ്ധം ചെയ്തത് അല്ലേ? ഞാൻ കഥ പറഞ്ഞുതരാം. ഈ സിരിയന് ഈ സംഘം തിരിച്ച് മക്കയിലെത്തി. മക്കയിൽ എത്തുന്നതിന്റെ മുന്നായിട്ട് അബൂ സുഫിയാന് ഒരാളെ വിട്ടു പറഞ്ഞു, നമ്മളെ കച്ചവട സംഘങ്ങളൊക്കെ എന്താണ് അപകടത്തിലാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഒരു സൈന്യം ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ 700 ഒട്ടകങ്ങളും പിന്നെ 200 കുതിരകളും 1000-ഓളം വരുന്ന പടയാളികളും ആയിട്ടാണ് യുദ്ധം നടന്നത്. ഒരു വ്യക്തത കുറവ്. അതായത് ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞ കാര്യം മനസ്സിലായില്ല സുഹൃത്തെ. ഇനി അല്ലെങ്കിൽ അത് ആദ്യം ഒന്ന് പറയണ്ടേ? അതായത് അബൂ സുഫിയാനും സംഘവും തിരിച്ച് മക്കയിലേക്ക് എത്തി. മക്കയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അബൂ സുഫിയാൻ ഒരാളെ പറഞ്ഞയച്ചു, ഒരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ കച്ചവട സംഘം അപകടത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾ രക്ഷിക്കാൻ ആള് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഈ പറഞ്ഞ കണക്ക് പ്രകാരമുള്ള പടയാളികൾ വന്നു. അങ്ങനെ ഇവര് വരുന്ന വിവരം, ഇങ്ങനെ ഈ ഒരു വിവരം അറിഞ്ഞതിന് ശേഷമാണോ മുഹമ്മദ് നബി 313 ആൾക്കാരെ പുറപ്പെടുന്നത്? അല്ലല്ല, ഞാൻ അതിലെ പറഞ്ഞില്ലേ, ഒരു ഈ മക്കയിൽ പോയ നബിന്റെ അടുത്ത് കിട്ടിയിരുന്നു. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഭാഗം ഉണ്ടല്ലോ, അതായത് അബൂ സുഫിയാൻ മക്കയില് മുഹമ്മദ് നബിയും സംഘം ഉപേക്ഷിച്ചു പോയ സമ്പത്ത് അവിടെ ഇട്ടിട്ട് പോയത്, എടുത്തിട്ട് ആ സമ്പത്ത് കച്ചവടം ചെയ്യാനാണ് പോയത് എന്നുള്ളതിന് എവിടെങ്കിലും റെഫറൻസ് കിട്ടുമോ? ഞാൻ കേട്ട വീഡിയോ അല്ല. നിങ്ങളിപ്പോ ബൈബിളിൽ നിന്നൊക്കെ മുഹമ്മദിന്റെ തെളിവ് കൊടുക്കുന്നില്ല, അതേമാതിരി തെളിവ് കിട്ടുമോ? റെഫറൻസ് ഞാൻ വായിച്ച ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിച്ചിട്ടുള്ളത്, ഞാൻ പറയട്ടെ, ഞാൻ പഠിച്ചിട്ടുള്ള ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ അല്ല, നിങ്ങൾ പോസിബിലിറ്റിയാണ് പറയണേ കുഴപ്പമില്ലാന്ന്. നിങ്ങൾ പോസിബിലിറ്റിയാണ് പറയണേ കുഴപ്പമില്ല. നിങ്ങൾ സംഭവം തെളിവ് വെച്ച് പറയണ പോലെ പറയണതേ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നാണോ? നിങ്ങൾ പോസിബിലിറ്റി ആണോ പറയണത്, വസ്തുതയാണോ പറയണത്? ഞാനിത് അന്ന് കണ്ട ആളൊന്നുമല്ല. വസ്തുത, ചരിത്രം. ഒരു മിനിറ്റ്, ഒരു ചരിത്രം ഒരു ഇസ്ലാമിക സംഭവമാണോ, ഇസ്ലാമിക വിഷയത്തിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. അതായത് നിങ്ങള് ബദറിൽ സംഭവിച്ച ഈ കാര്യം, മനസ്സിലായോ? ഈ വീഡിയോ കട്ട് ചെയ്യാനാണ്, എന്നാലും എല്ലാവർക്കും. എന്റെ സുഹൃത്തെ, ഞാൻ ഒരു വീഡിയോയും കട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. കാരണം ഞാൻ APEK മുജാഹിദ് സുന്നിയൊന്നും അല്ല കേട്ടോ. ക്ലിപ്പ് ഉണ്ടാക്കി കളിക്കാൻ നമ്മൾ അങ്ങനത്തെ ആൾക്കാരല്ല. അത് നിങ്ങൾ അതിന്റെ ആൾക്കാരോട് പോയി, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ചോദ്യം പോലെയാണ് അത് വരുന്നത്, ക്ലിപ്പ് ഉണ്ടാക്കരുതേ മുറിക്കരുതേ. ഓക്കെ, ഞാൻ പറഞ്ഞ കേട്ടോ, ഇനി പറയണ കേട്ടോ. നിങ്ങള് അബൂ സുഫിയാനുമായി ബന്ധപ്പെട്ട് ഈ കച്ചവട സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തിന്റെ ഉറവിടത്തെ കുറിച്ച് പറഞ്ഞത് നിങ്ങളുടെ ഒരു പോസിബിലിറ്റി ആണോ,
അതോ അതാണോ സത്യം? പോസിബിലിറ്റിയാണ്. കാരണം ഞാൻ അന്ന് പോയി പോസിബിലിറ്റിയാണ്. ഓക്കെ അന്ന് അവര് അന്ന് ഒരു മിനിറ്റ് ഈ പോസിബിലിറ്റി ആളുകളോട് 313 ആളുകൾ വന്ന് യുദ്ധം ചെയ്യണതും അത് കഴിഞ്ഞിട്ട് 313 ആളുകൾ മരിക്കുന്നതും ഷഹീദാവണതും ഒന്നും ഞാൻ കണ്ടതല്ല. പറയട്ടെ, നമ്മളിതൊന്നും കണ്ടിട്ടില്ല. ഞാൻ പറയണത് ഒരു മിനിറ്റ്. ഇസ്ലാമിക വിഷയത്തിൽ ഇസ്ലാമിന്റെ കാര്യത്തിൽ ഒരു കാര്യമുണ്ട് തെളിവ് പറയാനുള്ളത്. എന്താ അറിയോ? ഖുറാനെ കുറിച്ച് ഞാൻ ഇത് പറഞ്ഞുതരാം. നിങ്ങൾ പറയും ഇസ്ലാമിനെ കുറിച്ച് പറയട്ടെ. നിങ്ങളൊരു കാര്യം നിങ്ങൾ തീരെ സംസാരിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ബദറിനെ കുറിച്ച് നിങ്ങൾ ഇവിടെ ഒരു നരേഷൻ പറഞ്ഞു. ആ നരേഷൻ നിങ്ങളുടെ ഊഹാപോഹമാണോ അതോ നിങ്ങൾ എവിടെയെങ്കിലും പുസ്തകം? ചോദിക്കട്ടെ സുഹൃത്തെ, ചോദ്യം കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ. അത് നിങ്ങളുടെ ചിന്തയിൽ നിന്ന് നിങ്ങൾ പറയുന്ന ഒരു പോസിബിലിറ്റി ആണോ അതോ ഈ പോസിബിലിറ്റി? എന്തൊരു കഷ്ടം! ഈ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങളുടെ ചിന്തയിൽ നിന്ന് നിങ്ങൾ പറയുന്ന ഒരു പോസിബിലിറ്റി ആണോ? ഈ വീഡിയോ ഫുള്ള് ഞാൻ നിങ്ങളെ വാട്സപ്പിലാണ് സെൻഡ് ചെയ്തുതരാം. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എനിക്ക് ദീദാത്തിന്റെയും അക്ബറിന്റെയും ഒന്നും വീഡിയോ ചേർത്ത് അയച്ചിട്ട് കാര്യമില്ല. ഏത് മലയാളി ആയാലും ഏത് ആരായാലും ഇനി പറഞ്ഞു കേട്ടോ. എന്നെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ തോന്നലിൽ നിന്ന് പറയുന്ന ഊഹാപോഹമാണോ അതോ നിങ്ങൾ ഇതിന്റെ രണ്ടാമത്തെ പോർഷൻ എന്താ നിങ്ങൾ സമ്മതിക്കാത്ത കംപ്ലീറ്റ് ചെയ്യാൻ? അതെന്താ പേടിയാ? അല്ല, നിങ്ങൾ പറയും. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചെടുത്തതാണോ എന്നാണ് ചോദ്യം. ഏതാന്ന് പറഞ്ഞാ പോരെ, എന്തിനാ നിങ്ങൾ കഷ്ടപ്പെടുന്നത്? ഏതാ പറയട്ടെ, നിങ്ങൾ കേൾക്കി. നിങ്ങൾക്ക് ചെവി വിചാരിച്ചാണോ മനസ്സിലാവായിട്ടാണ് അറിയില്ല. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഓക്കെ, കേൾക്കുന്നവർക്ക് മനസ്സിലാവുണ്ടല്ലോ. മനസ്സിലാവും. ആ മതി. ഈ അൽഫുർഖ എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഈ വീഡിയോയിൽ ഞാൻ ഈ അൽഫുർഖ എന്നുള്ള യൂട്യൂബ് ചാനലിലെ ഈ ഓണർ മൂപ്പര് പറയണതാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ നിങ്ങൾ സ്വന്തം നിലക്ക് നിങ്ങൾ സ്വന്തം നിലക്ക് ഒരു ചരിത്ര പുസ്തകത്തിൽ വെരി സോറി, നിങ്ങൾ ഭയങ്കര അസ്വസ്ഥനാണ്. നിങ്ങൾ ഒരു ചരിത്ര പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ എന്തിനാ പിന്നെ ടെൻഷൻ ആവണം? നമുക്ക് സമയമുണ്ടല്ലോ. എനിക്കൊരു സ്ഥലത്ത് പോകണ്ടായിരുന്നു, ഒരു യാത്ര മുടക്കിയിട്ടാണ് ഞാൻ അതപ്പോ നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയല്ല. നമ്മളൊരു കാര്യം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ. ഞാൻ ചോദിക്കണേ, ഒരു മിനിറ്റ് നിങ്ങളിതൊന്നും പറയട്ടെ സുഹൃത്തെ, പറയട്ടെ. ബദറിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ പറയുന്നത് ഒരു പോസിബിലിറ്റി ആണെന്ന് പറയുന്നു. ഈ പോസിബിലിറ്റിക്ക് നിങ്ങളുടെ ആധാരം നിങ്ങളാണ് പോസിബിലിറ്റി എന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചതിന് മറുപടി നിങ്ങൾ ഡയറക്റ്റ് മറുപടി പറയുന്നേ ഇല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഇസ്ലാമിന്റെ ചരിത്രം എഴുതി വെച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഈ ഇസ്ലാമിക സമൂഹം ചോദിക്കാൻ സമ്മതിക്കും, ചോദ്യം പൂർത്തീകരിക്കാൻ സമ്മതിക്കും. കാര്യങ്ങളല്ല പോസിബിലിറ്റി പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മള് ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മളൊരു ഇതാണ് ഇത്ര ശതമാനം പോസിബിൾ ആണ്, ഇത്ര ശതമാനം പോസിബിൾ അല്ല, അങ്ങനത്തെ സംഭവമാണ്. അപ്പൊ ഞാൻ പ്രോബബിലിറ്റി അല്ല പോസിബിലിറ്റി. പ്രോബബിലിറ്റിയും പോസിബിലിറ്റിയും ഒക്കെ രണ്ടാണ്. അങ്ങനത്തെ കാര്യങ്ങളാണ് മനസ്സിലായി. ഇനി ഞാൻ പറഞ്ഞു ഇത് പറയട്ടെ. കാരണം ഈ വീഡിയോന്റെ ഞാൻ കണ്ട വീഡിയോന്റെ ആദ്യം തന്നെ മുതൽ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഈ ഹദീസുകളാണ്, പല ഏടുകളാണ്, പല രീതിയിലാണ്, പല പീസുകളാണ് മൂപ്പർക്ക് കിട്ടിയിരുന്നത്. പീസുകൾ വെച്ചിട്ടാണ് മൂപ്പര്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം. ഈ പറയുന്ന കഥ കേവലമായ ഒരു പറയട്ടെ സുഹൃത്തെ, കേവലമായ തള്ളാണ്. ഞാൻ പറയട്ടെ. ഈ തള്ളാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥത്തിൽ എന്റെ പൊന്നോ, ഞാനൊരു വാക്ക് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ ഇങ്ങനെ ക്ഷമിച്ചിരിക്കുമ്പോ നിങ്ങൾ എന്താ ചെയ്യണേ? 313 ആളുകള് പങ്കെടുത്തത്, 313 പേരെ മുഹമ്മദ് തയ്യാറാക്കുന്നത് 20 മനുഷ്യർ ഉൾപ്പെടെയുള്ള ഒരു കച്ചവട സംഘത്തിന്റെ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ്. 20 പേരെ നേരിട്ട് സമ്പത്ത് കൈക്കലാക്കാനാണ്
313 ആളെ കൊണ്ട് മുഹമ്മദ് പോകുന്നത്. ഇത് ഞാൻ ആ വീഡിയോയിൽ കേട്ടിട്ടില്ല കേട്ടോ. ഇത് നിങ്ങളെ പോസിബിലിറ്റി പറയല്ലേ? പോസിബിലിറ്റി പറയല്ല. അതാണ് ഞാൻ പറയുന്നത്. പോസിബിലിറ്റി അല്ല, ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ട ഇസ്ലാമിക കാര്യങ്ങളാണ്. പറഞ്ഞുതരാം. നൂറുൽ യഖീൻ എന്ന് പറയുന്ന പുസ്തകം എടുത്തോ. ആ പുസ്തകത്തില് ഈ ബദറിനെ കുറിച്ച് പറയുന്ന ഭാഗം വിശദമായിട്ട് വായിച്ചോ. ഇനി നിനക്ക് ഇസ്ലാം വിമർശകർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി ഹുസൈൻ ഹൈക്കൽ എഴുതിയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഓറിയന്റലിസ്റ്റുകളുടെ വിമർശനങ്ങൾക്ക് മറുപടിയും കൂടി ചേർത്ത് എഴുതിയിട്ടുള്ള മുഹമ്മദ് നബിയുടെ ചരിത്രം ഉണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പുസ്തകം, അല്ലെങ്കിൽ ഹുസൈൻ ഹൈക്കലിന്റെ മുഹമ്മദ് എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ പേര് എഴുതി വെച്ചാൽ നമുക്ക് പറയാലോ. എന്താ കുഴപ്പം? ചെറിയ ചെറിയ കാര്യങ്ങളില്ലേ, നമ്മൾ ഈ ചെറിയ കാര്യങ്ങളിൽ ചുറ്റി തിരിയുന്ന എന്തുകൊണ്ടറിയോ? വലിയ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ്. ശ്രദ്ധിച്ചു കേട്ടോ. പറയട്ടെ. റെഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഏത് താരീഖ് തബരിയോ അല്ലെങ്കിൽ ഹുസൈൻ ഹൈക്കലിന്റെ മുഹമ്മദോ അല്ലെങ്കിൽ മുഹമ്മദ് ഹമീദുള്ളയുടെ മുഹമ്മദോ ഒക്കെ മലയാളത്തിൽ പുസ്തകങ്ങളുണ്ട്. ഇനി അതല്ലെങ്കിൽ സീറത്ത് റസൂലുള്ള വേണമെങ്കിൽ എടുത്ത് വായിക്കാം. ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യം ഈ പറഞ്ഞ ഭാഗം ഞാൻ ഇന്ന് പുസ്തകത്തിൽ നിന്ന് വായിച്ചത്. ഇന്ന് ഞാനിപ്പോ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിലുണ്ട് കേട്ടോ, പോയിട്ട്. അപ്പൊ ഈ പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് ഒരു ചെറിയ ഒരു അംശം കയ്യില് മക്കാരായിട്ടുള്ള സകല മനുഷ്യന്മാരും ഓഹരിയിട്ട, ഒരാണോ പെണ്ണോ ഒഴിയാതെ ഓഹരിയിട്ട് അവരുടെ എല്ലാം സമ്പത്ത് കൊണ്ട് കച്ചവടം ചെയ്യാൻ പോകുന്ന കച്ചവട സംഘമാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ടു പോയത് എന്നാണ്. ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ, ഏതെങ്കിലും ഇസ്ലാമിക ചരിത്രം വിശദീകരിക്കുന്ന ഒരു പുസ്തകത്തിലും മുഹമ്മദ് നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ മക്കയിൽ ഉപേക്ഷിച്ച സമ്പത്ത് എടുത്തിട്ട് അബൂ സുഫിയാൻ കച്ചവടത്തിന് പോയി എന്ന് എഴുതി വെച്ചത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അയച്ചു തന്നോളൂ. ഞാൻ ഈ പറയുന്ന ഭാഗം നിങ്ങൾക്ക് നൂറുൽ യഖീൻ, ആ പുസ്തകം എടുത്തവന് നൂറുൽ യഖീനിന്റെ ഏറ്റവും ലളിതമായിട്ട് സംഗ്രഹിച്ച് മലയാളികൾക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി എഴുതി വെച്ച പുസ്തകത്തിൽ പോലും വളരെ സ്പഷ്ടമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഊഹാപോഹമല്ല. ബദറിനെ കുറിച്ചായാലും നടന്നിട്ടില്ല. ബദർ യുദ്ധം നടന്നിട്ടില്ലെന്നോ? എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തോ പറ്റി, മനസ്സിലായോ? അതാണ് സംഭവിച്ചത്. എന്തൊക്കെയോ പറ്റി. ഇനി മുഹമ്മദ് നബി ഒരു മിനിറ്റ്. മുഹമ്മദ് നബി എന്റെ സുഹൃത്തെ, നിങ്ങൾക്ക് മലയാളം കേട്ടാ മനസ്സിലാവാതായോ? നിങ്ങള് ഈ സമ്പത്ത് പറഞ്ഞുതരാം. അബൂ സുഫിയാൻ പോയത് അതാണ്. നിങ്ങളെ ചെവിക്കണം. നല്ല കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് കേൾക്കുന്ന ആള് ഞാൻ പറഞ്ഞ എന്താന്ന് ഒന്നും കൂടി പറയാം. എന്നിട്ട് അതന്നെയാണോ ഞാൻ പറഞ്ഞതെന്ന് ഒന്നുകൂടി വെരിഫൈ ചെയ്തോ. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഇപ്പൊ ഒന്നുകൂടി ആവർത്തിക്കാം. അത് തന്നെയാണോ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് എനിക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം വീഡിയോ വരുമ്പോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതിന് പ്രകാരമുള്ള ചരിത്രം, അതായത് അബൂ സുഫിയാനും സംഘവും മുഹമ്മദ് നബിയുടെ കൂടെയുള്ള ആളുകൾ അവിടെ ഉപേക്ഷിച്ചു പോയതിന്റെ ആ സ്വത്തുക്കൾ എടുത്തിട്ടാണ് കച്ചവടത്തിന് പോയത് എന്ന് നിങ്ങൾ പറയുന്ന ഈ വാദം, അത് കേവലമായ എന്തൊരു കഷ്ടം എന്നാണ് പറയാ. ഞാൻ പറഞ്ഞ പോയിന്റ് കേട്ടോ. അതായത് അങ്ങനെ ആ സമ്പത്ത് കൊണ്ടാണ് അബൂ സുഫിയാൻ കച്ചവടത്തിന് പോയത് എന്ന് പറയുന്ന വാദം അത് തള്ളാണ് എന്നാണ് പറഞ്ഞത്. ബദർ യുദ്ധം നടന്നിട്ടില്ല എന്നല്ല പറഞ്ഞത്. ഒന്നുകൂടി കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇനി ബദറിൽ മാത്രം ഇനി ബേജാറാവണ്ട, ഞാൻ ഇത് ഫുള്ളിടും. ഓക്കെ, ഞാൻ ഏതെങ്കിലും ഒരു ഓഡിയോ കട്ട് ചെയ്തിട്ടു എന്ന് നീ തെളിയിക്ക്. അല്ലെങ്കിൽ ഈ കോൾ റെക്കോർഡിന്റെ ദൈർഘ്യം അത് കോള് കട്ട് ചെയ്യുമ്പോ നിനക്ക് അറിയാലോ എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് ആണ് അത് ഉള്ളത് എന്ന്. നോക്കിക്കോ, കോള് കട്ട് ചെയ്യുമ്പോ നോക്കിക്കോ. ഇപ്പൊ നോക്കിട്ട് കാര്യമില്ലല്ലോ. അത്രയും മിനിറ്റ് അതിനകത്ത് ഉണ്ടോ? ഞാൻ സ്പീഡ് പോലും അഡ്ജസ്റ്റ് ചെയ്യൂല. പോരെ? മതിയോ? ശരി. അപ്പൊ ഇനി മനസ്സിലാക്കേണ്ടത് പറയട്ടെ. ഇപ്പം മുഹമ്മദിന്റെ പേര് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എന്ന പേരിൽ എഴുതി അച്ചടിച്ച് ഇവിടെ പ്രസിദ്ധീകരിക്കുന്ന ഖുർആൻ, അതിന്റെ പരിഭാഷ, അതിന്റെ തഫ്സീറുകൾ, അതിന്റെ ഹദീസുകൾ,
അതിന്റെ ഷറഹ് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ, സീറകൾ, ഫിഖ്ഹ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇസ്ലാമിക ലോകം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എന്ന് അംഗീകരിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും റെഫർ ചെയ്യുന്നത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ എഴുതിയതോ വിമർശകർ എഴുതിയിട്ടുള്ള മീൻസ് ഏതെങ്കിലും എന്താ പറയാ ആർട്ടിക്കിളുകളോ പുസ്തകങ്ങളോ എന്റെ റെഫറൻസിന്റെ ഭാഗമല്ല. മനസ്സിലായോ? ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഏത് കാര്യത്തിനും ഞാൻ തെളിവ് തരും. ഭയങ്കര റെഫറൻസ് ഉണ്ട് അല്ലേ? ഞാൻ തെളിവ് തന്നിരിക്കും. ഞാൻ ഈ റെഫറൻസിലെ വേറെ കാര്യം പറയട്ടെ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇനി ഒരു കാര്യം, ഈ നമ്മള് ഇതിന്റെ അപ്പൊ ഈ എന്റെ വിമർശനം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം, ആ മതത്തിന്റെ നിയമങ്ങൾ, ആ നിയമം ഇവിടെ പാലിക്കപ്പെടണം, അത് സ്ഥാപിക്കണം എന്ന് ആഗ്രഹിച്ച് നടത്തുന്ന ദഅവാ പ്രവർത്തനം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ മനുഷ്യരെ നേരിട്ട് ബാധിക്കുന്ന, മനുഷ്യർക്ക് നേർക്കുനേർ പരിശോധിച്ച് ബോധ്യപ്പെടാൻ കഴിയുന്ന ഈ മതത്തിന്റെ ഭൗതിക വ്യവഹാരങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലാണ് എന്റെ വിമർശനം നിൽക്കുന്നത്. മനസ്സിലായോ? അത് ഞാൻ എന്റെ പ്രഖ്യാപിത നിലപാടാണ്. അതുകൊണ്ട് ദൈവം ഉണ്ടോ ഉണ്ടില്ലേ, ബൈബിളിൽ മഹാമത പേരുണ്ടോ, ഇതൊന്നും എന്തല്ല എന്റെ വിഷയമേ അല്ല. മുഹമ്മദിനോ മുഹമ്മദാനോ അങ്ങനെയാണ്. അതൊന്നും എന്റെ വിഷയമല്ല. മുഹമ്മദ് നബിയുടെ പിതാവ് മരിച്ച് 4 കൊല്ലത്തിന് ശേഷമാണ് മുഹമ്മദ്. ഒരു മിനിറ്റ് സുഹൃത്തെ, മുഹമ്മദ് നബി ജനിച്ച് 4 കൊല്ലത്തിന് അബ്ദുള്ള മരിച്ച് 4 കൊല്ലത്തിന് ശേഷമാണ് മുഹമ്മദ് ജനിച്ചത് എന്ന് പിന്നെ ചരിത്രത്തിൽ കാണുന്നതും, അതേപോലെ തന്നെ അതെന്റെ ഒരു ആക്ഷേപമായിട്ട് ഞാൻ വിമർശിക്കാറുള്ളത്ത ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറയാറില്ല. നിങ്ങൾക്ക് ഞാൻ എന്റെ പുസ്തകം ഞാൻ റെഫറൻസ് തന്നു കഴിഞ്ഞു. അത് നിങ്ങൾ സ്വന്തം നിലക്ക് അന്വേഷിച്ചാൽ മതി, അത് കിട്ടും. അല്ല അത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ തബക്കാത്തുൽ കബീറിൽ വായിക്കാൻ പറ്റുന്ന തബക്കാത്തുൽ കബീർ ഒറ്റ കാര്യമല്ല നിങ്ങൾ വായിക്കേണ്ടത്. ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബിനെ കുറിച്ചും മുഹമ്മദ് നബിയുടെ ജനനത്തെ കുറിച്ചും അബ്ദുള്ളയുടെ നിങ്ങൾ ആ പേരെന്നെ കേട്ടിട്ടില്ലേ? ഒട്ടുമിക്ക ഈ നിങ്ങളിപ്പോ പറഞ്ഞ കഥ ഉണ്ടല്ലോ, എന്താണ് മറ്റേ എന്തൊരു ചാനലിന്റെ പേര് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത് നജീബ് മൗലവി പറഞ്ഞില്ലേ, ഇവരൊക്കെ പെട്ടെന്ന് കിട്ടാവുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുള്ള ഏറ്റവും സംഗ്രഹിച്ച ഒരു ചരിത്ര പുസ്തകം എന്നുള്ള രീതിയിൽ തബക്കാത്തുൽ കബീറിനെയാണ് എല്ലാരും എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ തബക്കാത്തുൽ കബീർ ഒരു 4 ഇബ്നു സഅദ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇങ്ങനെ നമ്മള് മനുഷ്യനെ ബാധിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ ഞാൻ അടിമത്തം ചർച്ച ചെയ്തു, ഇപ്പൊ ബദർ ചർച്ച ചെയ്തോണ്ടിരിക്കണം, ഇനി മഹർ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ്. ഇങ്ങനെ മനുഷ്യർക്ക് അറിയുന്നതും അറിയാവുന്നതും മനുഷ്യരെ ബാധിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലാണ് എന്റെ ചർച്ച. സാധാരണഗതിയിൽ നിങ്ങൾ ഈ ബൈബിളിന്റെ പേര്, ഇതിന്റെ അത്ഭുതം എന്നൊന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ച് എന്തല്ല ഒരു വിഷയം പോലും അല്ല. അത് ഞാൻ ആദ്യമായിട്ട് പറയാം. പിന്നെ ഇനി നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ മതത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെ ഒരു വിമർശനാത്മകമായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിലൊക്കെ വന്നപ്പോ തന്നെ എനിക്ക് കാര്യം മനസ്സിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പഠനം കുറച്ചുകൂടി സമഗ്രമായിട്ട് നടക്കട്ടെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. ഇനി വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വിഷയം എന്താണെന്ന് ഇപ്പൊ പറഞ്ഞു വെച്ചോളൂ. അതിനെക്കുറിച്ച് ഇതേപോലെ ഒരു സംസാരം നമുക്ക് മറ്റൊരവസരത്തിലാവാം. കാരണം ഞാൻ പറഞ്ഞില്ല 1.5 മണിക്കൂർ 1 മണിക്കൂർ 20 മിനിറ്റ്. ഖുർആനിലെ ഗണിത അത്ഭുതങ്ങളായിട്ട് അങ്ങനല്ല, ഈ ന്യൂമറിക്കൽ ആയിട്ടുള്ള അതാ പറഞ്ഞത്. ഗണിത ന്യൂമറിക് എന്ന് പറഞ്ഞ പിന്നെന്താ സംഖ്യാത്ഭുതങ്ങൾ. പിന്നെ ഈ അത് ഫുള്ള് കൂട്ടി കഴിഞ്ഞാൽ 6000 എത്രയാണ്? 19 ലോക്കൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. 19 ലോക്ക് അതൊക്കെ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞുതരാം. അല്ല, ഞാൻ ഇതിപ്പോ ഇന്നിങ്ങനെ വെറുതെ കണക്കൂട്ടി വെക്കണം. അപ്പൊ അല്ല, നിങ്ങള് മൊത്തത്തിൽ കണക്കൂട്ടിക്കോളി. ദിവസം, അയ്യാമ്, യൗമ് കണക്കൂട്ടിക്കണോ? ഞാൻ ഫോട്ടോ അയച്ചിരുന്നോ സുഹൃത്തെ? നിനക്ക് ഈ സാധനം ഒരു മിനിറ്റ്, ഈ സാധനം വിശ്വാസിയായിരിക്കുന്ന കാലത്ത് ഇതിന് അത്ഭുതം കണ്ടിട്ട് പഠിച്ച് അത് കൂത്തിയിരുന്ന് ഇന്നത്തെ പോലത്തെ കമ്പ്യൂട്ടർ ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലത്ത് വ്യത്യസ്ത ഖുർആനുകൾ വാങ്ങി വരുത്തി വായിച്ചും എഴുതി വെച്ചും കൗണ്ട് ചെയ്തും കിളി പോയി ഈമാൻ പോയൊരു മാഷുണ്ട്, ബഷീർ ബാബു മാഷ്. അല്ല ഞാനല്ല പറഞ്ഞുതരാം. നിങ്ങൾ ചോക്കിൽ വിളിക്കാറില്ലേ കേട്ടോ?
ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒന്നും എന്റെ വിഷയമല്ല എന്നുള്ളത്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് ഈമാൻ പോയി കിടക്കുന്ന ഒരു ബഷീർ ബാബു മാഷുണ്ട്, ഒരു സ്കൂൾ മാഷായിരുന്നു. അയാൾ ഈ കാര്യങ്ങൾ വിശദമായിട്ട് പിന്നെ ഒരു എന്താ പറയാ വലിയ ഡയറികളിലാക്കി എഴുതി വെച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ അത്ഭുതമില്ലായ്മയും അതിന്റെ എന്താ പറയാ ബുട്ടൻസും അതിന്റെ തരികിടകളും ഒക്കെ അതിനകത്ത് അയാൾ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ആളെ ഞാനൊരു തവണ കുറച്ച് ഇപ്പല്ല, എനിക്ക് വലിയ താല്പര്യമില്ലാത്ത വിഷയമാണ്, എന്നാലും കുറെ മുൻപ് സിംസാർ ലക്കിന്റെ ഒരു വീഡിയോ ഒക്കെ വന്ന സമയത്ത് ഞാൻ ആളുമായിട്ടൊരു അല്ല 19 മാത്രമല്ല, ദിവസം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് 365 ദിവസം ഉണ്ട്, രാവ് പകല് എന്ന് പറയുന്നത് ഉണ്ട്, ഇങ്ങനെയൊക്കെയല്ലേ. ഇങ്ങനത്തെ ചാപ്റ്റർ വിത്ത് ഈവന്റ് ഹോട്ടല്, വേഴ്സ് വിത്ത് ഈവന്റ് ഹോട്ടല്, സുഹൃത്തെ ഇങ്ങനത്തെ കുറെ അത്ഭുതങ്ങൾ ഒരു വിഷയമല്ല. അങ്ങനെ കറക്റ്റ് എല്ലാവരും ഒരു പാറ്റേണിൽ വന്നു. അതാ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ എഴുതി വെച്ച് അത് ഓരോന്നോരോന്ന് പരിശോധിച്ച് അതിനെ കുറിച്ച് ഒരാൾ എഴുതിയിട്ട് അയാളോട് ഞാൻ ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നു. അയാൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് പ്രൂഫ് കാണിച്ചിട്ടുണ്ട്. നിങ്ങളത് നോക്കിക്കോളി. അത് എന്റെ വിഷയമല്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇസ്ലാമിൽ മനുഷ്യത്വ വിരുദ്ധമായ നിയമങ്ങളുണ്ട്, മനുഷ്യത്വ വിരുദ്ധമായ നിയമങ്ങളുണ്ട്. ഇസ്ലാമിൽ ഒരു മിനിറ്റ് ഇസ്ലാമിൽ മനുഷ്യത്വ വിരുദ്ധമായ നിയമങ്ങളുണ്ട്, ഇസ്ലാമിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളുണ്ട്, ഇസ്ലാമിൽ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് മേൽ കൂച്ചുവിലം കിടുന്ന ഫാസിസ്റ്റ് സ്വഭാവമുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലും. അസഹിഷ്ണുത ഇസ്ലാമിന്റെ ഭാഗമായിട്ടുണ്ട്. ഇങ്ങനെ സാമൂഹികമായിട്ടുള്ള അസമത്വം ഉണ്ട്, ഇങ്ങനെ വർഗീയത ഉണ്ട്, തീവ്രവാദത്തിന്റെ സാധ്യതകൾ ഇസ്ലാമിലുണ്ട്. ഇങ്ങനെ തുടങ്ങി മനുഷ്യന്റെ ജീവിതത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. അതിലേതെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് വന്നോളി, നമുക്ക് സംസാരിക്കാം. നമ്മള് ഖുറാനും ഒക്കെ അങ്ങനൊന്നുമില്ലല്ലേ? എന്ത് ഞാൻ ഇതിന്റെ ഒന്നും അത്ഭുതങ്ങളുടെ അതിൽ ഇങ്ങനെയൊന്നും തല പോക്കേണ്ട കാര്യമില്ല. മനുഷ്യന് ഖുർആന്റെ അവകാശവാദം അനുസരിച്ച് എല്ലാ മനുഷ്യർക്കും വായിച്ച് മനസ്സിലാക്കാവുന്ന, എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തേക്കുമുള്ള ഏറ്റവും ഉത്തമമായ ജീവിത പദ്ധതിയാണ് ഖുർആൻ, അല്ലേ? ഗണിതശാസ്ത്ര അത്ഭുതങ്ങളുടെ കൊട്ടക്കണക്കല്ലല്ലോ. ഗണിതശാസ്ത്ര അത്ഭുതങ്ങളുടെ കൊട്ടക്കണക്കല്ലല്ലോ ഖുർആൻ. ഗണിതശാസ്ത്ര അത്ഭുതങ്ങളുടെ കൊട്ടക്കണക്ക് ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള എന്താ? ദൈവത്തിന് വന്നൊരു ഇതിനല്ല. അപ്പൊ നമുക്ക് ഇന്നതാണ് പറയാനുള്ളത്. നമുക്ക് ദൈവം ഓരോ അങ്ങനെ എങ്ങനെ വേണേലും ഇനിയിപ്പോ ഗണിതാത്ഭുതങ്ങളുടെ മായിക ലോകമാണ് ഖുർആനെങ്കിലും ഖുർആനിൽ ഇതര മത വിദ്വേഷമുണ്ട്, വെറുപ്പുണ്ട്, അക്രമത്തിനുള്ള പ്രോത്സാഹനമുണ്ട്. അതുകൊണ്ട് അതെങ്ങനെ വേണേലും ഉണ്ടാക്കാം. എന്റെ ഒരു ടെക്നോളജി ഉണ്ട്, എന്റെ ഒരു ടെക്നിക്ക് ഉണ്ട്, എങ്ങനെ വേണേലും വരുത്താം. അപ്പൊ അത് നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു പോയമിയുടെ കവിത നോക്കൂ പോയംസ് എന്ന് പറയണത്. ഒരു മിനിറ്റ് സുഹൃത്തെ, പാട്ട് കെട്ടുക എന്ന് കേട്ടോ നിങ്ങള്? ഒരു മിനിറ്റ് അതൊക്കെ നിങ്ങൾ ഇട്ടോ, അതൊന്നും കുഴപ്പമില്ല. പാട്ട് കെട്ടുക സുഹൃത്തെ, ഞാൻ ചോദിക്കട്ടെ, പാട്ട് കെട്ടുക നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാട്ട് കെട്ടുക. ആ പാട്ട് കെട്ടുക നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഞാൻ കേട്ടിട്ടില്ല. ഇല്ല. അപ്പൊ നിങ്ങൾ ഇനി അടുത്ത ഖുർആന്റെ കണക്കിന്റെ അത്ഭുതം തരുന്നതിന് മുമ്പ് നിങ്ങളെ നാട്ടിൽ എവിടെയെങ്കിലും അത്യാവശ്യം സംഗീതം, ഞാൻ പറഞ്ഞു തരാം സുഹൃത്തെ, നിങ്ങൾ എന്തിങ്ങനെ നിങ്ങൾ അറിവുകൾ അന്വേഷിക്കുമ്പോ കുറച്ചുകൂടി വിശാല മനസ്സുണ്ടാവണം. പാട്ട് കെട്ടുക എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പ എനിക്ക് എന്നോട് കുറെ സമയം പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്. ഓക്കെ, അത് ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് അന്വേഷിക്കണം. നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും പാട്ടിനോടൊക്കെ താല്പര്യമുള്ള കുറച്ച് പ്രായമുള്ള ആളുകൾ, ഒരു 60 വയസ്സിന് 65 വയസ്സിനൊക്കെ മുകളിൽ പ്രായമുള്ള ഏതെങ്കിലും ഒരു കാക്കാനെയോ താത്താനെയോ കാണാം. ആ ഒരു പാട്ടുമായിട്ട് മാപ്പിളപ്പാട്ടോ ബൈറ്റോ ഒരാളോട്, സംഗീതത്തോടും പാട്ടിനോടും താല്പര്യമുള്ള 50-60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളെ കണ്ടെത്തിയിട്ട് അവരോട് പാട്ട് കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം. അത് മനസ്സിലാക്കിയിട്ട് പിന്നെ നിങ്ങൾ ഖുർആനിലെ ഒരു ഗണിതാത്ഭുതവും കൂടി രണ്ടും കൂടി എടുത്തിട്ട് നിങ്ങൾ എന്നോടൊന്ന് വിളിക്കുക, നമുക്കൊന്ന് സംസാരിക്കുകയും ചെയ്യാം. എന്നെ സംബന്ധിച്ച് താല്പര്യമില്ലാത്ത വിഷയമാണ്, എന്നാൽ നിങ്ങളുടെ ആവശ്യം പരിഗണിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ? പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പാട്ട് കെട്ടുക എന്നുള്ളതിനെ കുറിച്ച് സാമാന്യമായിട്ടുള്ള ധാരണ വരുത്തിയിട്ട് വേണം എന്നെ വിളിക്കാൻ. അതൊക്കെ നിങ്ങൾ അയച്ചോളൂ. ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, കുറെ കാലങ്ങളായിട്ട്. അപ്പൊ എന്നാ ശരി. അല്ല, ആ വീഡിയോ ഇടുമ്പോ നമുക്ക് കണക്കിന് അത്ഭുതമൊക്കെ ഇടാം. ഈ വീഡിയോ ഇപ്പൊ നമ്മൾ സംസാരിച്ച അത്രയും ഭാഗം, ഈ വീഡിയോ എന്ത് നമ്മൾ സംസാരിച്ച വീഡിയോ പൂർണ്ണമായിട്ട് നമ്മൾ ഇടും കേട്ടോ. എല്ലാ വേദങ്ങളിലുള്ള പുരാണങ്ങളിലും പിന്നെ അങ്ങനെ ബൈബിളിലും എല്ലാത്തിലുള്ള മുഹമ്മദ് നബിയുടെ പേരുകളെ അത് വേറെ ആളുകൾ പറയണതല്ലേ?
ഇല്ലല്ല, ഇത് നിങ്ങള് ഗൂഗിളിലോ ChatGPT-യോ അല്ല ഇത് നമ്മൾ ഫോൺ സംഭാഷണം ഇത് ഇങ്ങനെ തന്നെയാണ് ഇടും. അതിൽ നിങ്ങൾ തരുന്ന ഭാഗം എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഇടാം. അതല്ലെങ്കിൽ അത് അതിന് വെറുതെ സമയമില്ല. കാരണം സുഹൃത്തെ, ഈ ഫോൺ സംഭാഷണം നമ്മൾ വീഡിയോ എഡിറ്റിംഗിലൂടെ ഒന്നുമല്ല ഇടുന്നത്. എന്തെങ്കിലും ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു, ഈ ഓഡിയോ അങ്ങനെ എടുത്തു വെക്കുന്നു. ഇത് എഡിറ്റ് ചെയ്തിരിക്കാനൊന്നും സമയമില്ല. കാരണം ഇത് ഇത്രയും ഞാൻ ഇരുന്ന് കേൾക്കണം. ഇനിയും അങ്ങനെയൊന്നും ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യാറൊന്നും ഇല്ലാന്ന് പറഞ്ഞത്. ഇത് ഇങ്ങനെ അങ്ങ് അപ്ലോഡ് ചെയ്യാണ് അല്ല, ആ ഫോട്ടോസ് കേട്ടണമെങ്കിൽ ഇത് എവിടെ കേട്ടണെന്ന് മൊത്തം ഇരുന്ന് കേൾക്കണ്ടേ? നിങ്ങളൊരു കാര്യം ചെയ്തോളി. നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ഈ ഓഡിയോ നിങ്ങൾക്ക് എടുക്കാനുള്ള അനുവാദം തരികയാണ്. നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട എഡിറ്റിംഗ് മീൻസ് കട്ട് ചെയ്ത് മുറിച്ചൊന്നും കളയരുത്. നിങ്ങൾ ഫോട്ടോസ് ഒക്കെ കയറ്റിയിട്ട് നിങ്ങൾ ഇട്ടോളി. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യും ചെയ്യാം. അപ്പൊ ഈ ഫോൺ സംഭാഷണം ഇതിന്റെ പൂർണ്ണ രൂപത്തിൽ ഈ ഫോൺ സംഭാഷണം പൂർണ്ണ രൂപത്തിൽ നമുക്ക് കേൾക്കാം. നിങ്ങൾ ഖുർആന്റെ ഗണിത അത്ഭുതം കൊണ്ട് വരുന്നതിന്റെ മുമ്പ് ഞാൻ ഈ പറഞ്ഞ പാട്ട് കെട്ടുക എന്നുള്ളതിനെ കുറിച്ച് സാമാന്യമായിട്ടുള്ള ധാരണ വരുത്തിയിട്ടാണ്. ഈ ടെക്നോളജി ബൈബിളിലും വേദങ്ങളൊക്കെ ഉണ്ട് പറയുമ്പോ ഒരു റെഫറൻസ് എന്നെ സംബന്ധിച്ച് അതിൽ റെഫറൻസുകൾ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ കുഴപ്പം ആർക്ക് വേണേലും പോയി പരിശോധിക്കാം. അതൊക്കെ നിങ്ങൾ പറഞ്ഞോളിയും. അതൊന്നും എന്റെ വിഷയം അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനൊക്കെ ഉള്ള മറുപടി ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ പാട്ട് കെട്ടൽ എന്താന്ന് പഠിച്ചിട്ട് നിങ്ങൾ ഗണിതാത്ഭുതം കൊണ്ട് ഒന്നുകൂടി വിളിക്കും. ശരി ശരി.